ഹായ് ഉള്ള എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. ഡിഗ്രി പ്രിലിംസ് 2 ഫേസും കഴിഞ്ഞു, അതിൻ്റെ റിസൾട്ടും വന്നു. മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ഉദ്യോഗാർത്ഥികൾ തുടങ്ങി. ഇപ്പോഴും ആസ്പിറൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രധാന ചോദ്യങ്ങളിലൊന്ന് ആ ഡിഗ്രി പ്രിലിംസിന് ചോദിച്ച മൺസൂണിൻ്റെ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്നത് സാർ അത് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അതിനകത്തെ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണ്, അന്ന് ആ ഫസ്റ്റ് പ്രിലിംസിൽ വന്ന ചോദ്യം ഇപ്പോഴും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുള്ള കമൻസ് ധാരാളം കണ്ടു. കുറേ പേര് അതിൻ്റെ എക്സ്പ്ലനേഷൻ ചോദിച്ചു. ഞാൻ ലൈവുകളിലായിട്ടൊക്കെ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നുകൂടെ അത് മൺസൂണുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടെ നിങ്ങൾക്ക് അതിനകത്തൊരു ക്ലാരിറ്റി കിട്ടണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ജോഗ്രഫിയിൽ നിന്നുള്ള ഒരു ഹോട്ട് ടോപ്പിക്കാണ് മൺസൂണിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. മൺസൂണുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ഫിനോമിനൻസും നമുക്ക് ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മൺസൂൺ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ദ കോംപ്ലക്സ് ഇന്റർപ്ലേ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ വേരിയബിലിറ്റി ആൻഡ് ഇന്റൻസിറ്റി ഓഫ് ഇന്ത്യൻ മൺസൂൺ. ഇന്ത്യൻ മൺസൂണിനെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ മൺസൂണിന്റെ വരവിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇതിന് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിരുന്നു. ദ ഷിഫ്റ്റിംഗ് ഓഫ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ along with factors like jet streams. അപ്പോൾ ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്തിടാം എന്തൊക്കെ ഫാക്ടേഴ്സ് അഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഷിഫ്റ്റിംഗ് ഓഫ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ along with factors like jet streams അഫക്ട് ചെയ്യുന്നുണ്ട്. ഓറോഗ്രാഫിക് എഫക്ട്സ് ആൻഡ് എൻസോ ഇവന്റ്സ് ഗവേൺസ് ദ സീസണൽ സ്ട്രെങ്ത് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മൺസൂൺ റെയിൻഫോൾ. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഷിഫ്റ്റിംഗ് ഓഫ് ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. 2, ജെറ്റ് സ്ട്രീംസ്. 3, ഓറോഗ്രാഫിക് എഫക്ട്സ്. 4, എൻസോ. 4ഉം കൃത്യമായിട്ട് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകണം. ഈ 4 ഫാക്ടേഴ്സും മൺസൂണിനെ ഇവരെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ മൺസൂണിന്റെ സ്ട്രെങ്ത്തിനെ, ഡിസ്ട്രിബ്യൂഷനെ, അല്ലെങ്കിൽ ഈ റെയിൻഫോളിന്റെ ഡിസ്ട്രിബ്യൂഷനെയൊക്കെ എങ്ങനെയാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോവാണ്. ഓരോന്നായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് ITCs വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. വിൻഡ് എന്ന ടോപ്പിക്കിൽ, കാറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റുകളിൽ ഒന്നാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ. നിങ്ങൾ മൺസൂൺ എന്നൊരു ഭാഗം കൃത്യമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഉറപ്പായും വിൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്, കാറ്റുകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനെ പറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ധാരണ ഉണ്ടാവണം. മനസ്സിലായോ? അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ മൺസൂൺ എന്നൊരു ടോപ്പിക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് തുടങ്ങാവേ. ITCs ഷിഫ്റ്റിംഗ് എങ്ങനെയാണ് മൺസൂണിനെ സ്വാധീനിക്കുന്നതെന്ന് ആദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനുവേണ്ടി ഗ്ലോബൽ വിൻസിന്റെ സ്ഥിരവാദങ്ങൾ എന്നറിയപ്പെടുന്ന കാറ്റുകളുടെ ഒരു പാറ്റേൺ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഇമേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോബൽ വിൻസ് അല്ലെങ്കിൽ ആഗോളവാദങ്ങൾ, സ്ഥിരവാദങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഏതൊക്കെയാണ് ഗ്ലോബൽ വിൻസ് എന്ന് പറയുന്നത്? 3 എണ്ണമാണ്. ട്രേഡ് വിൻസ് അല്ലേ? 1, ട്രേഡ് വിൻസ്. 2, വെസ്റ്റേർലീസ്. 3 പറഞ്ഞ് പോളാർ ഈസ്റ്റേർലീസ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാറ്റുകളാണ് ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ സ്ഥിരവാദങ്ങൾ, ഗ്ലോബൽ വിൻസ്, പ്ലാനറ്ററി വിൻസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഇവർ 3 പേരാണ്. ഇവർ 3 പേരും ഏത് ഭാഗത്താണ് എന്ന് നമുക്ക് ഈ ഒരു സിമ്പിൾ ഇമേജിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നോക്കിക്കേ, വിൻസ് തുടങ്ങുന്ന ഭാഗമല്ല നോക്കി, കാറ്റുകൾ തുടങ്ങുന്ന ഭാഗമല്ല നോക്ക്, 90 ഡിഗ്രി ഇവിടെ, 90 ഡിഗ്രി സൗത്ത് കേട്ടോ. അതുപോലെ 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്ത്. ഇതെല്ലാം ഹൈ പ്രഷർ സോൺസ് ആണ്, ഉച്ചമർദ്ദ മേഖലയാണ്. ഇവിടെ അധികമായി വായു ഡെൻസിറ്റി ഉള്ള പ്രദേശമാണ്. അപ്പം എക്സ്ട്രാ അല്ലെങ്കിൽ അധികം അല്ലെങ്കിൽ കൂടുതൽ വായു ഉള്ള പ്രദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെയുള്ള പ്രദേശത്ത് എന്ത് സംഭവിക്കും? അന്തരീക്ഷ വായു എവിടെയാണോ കുറവുള്ളത് അങ്ങോട്ടേക്ക് നീങ്ങാനായിട്ട് അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പൊ ഹൈ പ്രഷറിൽ നിന്ന് അറ്റ്മോസ്ഫിയറിക് എയറിന്റെ മൂവ്മെന്റ് എങ്ങോട്ടേക്കായിരിക്കും? എവിടെയാണോ കുറവ്, എവിടെയാണോ ലോ പ്രഷർ ഉള്ളത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും. കേട്ടോ, എവിടേക്കാണ് ലോ പ്രഷർ ഉള്ളത്? 0 ഡിഗ്രി ലോ പ്രഷറാണ്. 30 ഡിഗ്രിയിൽ നിന്ന് 60 ഡിഗ്രി ലോ പ്രഷറാണ്. ക്ലിയർ? സോ ഇവിടെ 2 ഭാഗത്തേക്കുള്ള വായു ചലനം നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഒന്ന് 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക്, ലോ പ്രഷറാണ്
0 ഡിഗ്രി. ഭൂമധ്യരേഖ ലോ പ്രഷറാണ്. എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടാകുന്ന അത്രയും ബേസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 0 ഡിഗ്രി ലോ പ്രഷറാണ്, ചൂട് കൂടുതലാണ്. കൺവെക്ഷൻ കറൻസ് ധാരാളമായിട്ട് ഇവിടെയുണ്ട്. കൺവെക്ഷൻ കറൻസ്, സംവഹന പ്രവാഹങ്ങൾ, ചൂട് പിടിച്ച വായു വികസിച്ച് അത് താരതമ്യേന അല്ലെങ്കിൽ ചുറ്റുമുള്ള പ്രദേശത്തെ എയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയും, നേരെ ഇത് മുകളിലോട്ട് വരും. ഇങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, കൺവെക്ഷൻ, സംവഹനം നടക്കുന്നത്. സോ 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് എയർ മൂവ്മെന്റ് നടക്കാനുള്ള റീസൺ ഇത് ലോ പ്രഷർ ആയതുകൊണ്ടാണ്. ഇത് എന്തുകൊണ്ട് ലോ പ്രഷർ ആയെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, ഇനി 30യിൽ നിന്ന് 60യിലേക്ക് എയർ മൂവ്മെന്റ് ഉണ്ട്. 30 ഡിഗ്രി 60യിലേക്ക്. ഇവരെ വിളിക്കുന്ന പേര്, ഇതിനെന്താ വിളിക്കുന്നത് പേര് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, വെസ്റ്റേർലീസ്. ഇങ്ങോട്ടുള്ളവരുടെ പേരെന്താണ്, ട്രേഡ് വിൻസ്. 30യിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലേക്കുള്ള ഇക്വേറ്ററിലേക്കുള്ള വിൻഡ് മൂവ്മെന്റിന്റെ പേരാണ് ട്രേഡ് വിൻസ്. അപ്പോൾ ട്രേഡ് വിൻസും വെസ്റ്റേർലീസും നിങ്ങൾ കണ്ടു. ഇനി 90 to 60 ഇത് പോളാർ ഈസ്റ്റേർലീസ് എന്നറിയപ്പെടുന്ന കാറ്റുകൾ, പോളാർ ഈസ്റ്റേർലീസ്. സോ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഗ്ലോബൽ വിൻസ്, ആഗോളവാദങ്ങൾ എന്തെല്ലാമാണെന്ന് ഞാൻ ഈ ഒരു ഇമേജിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. ക്ലിയർ? ഇവിടെ 0 ഡിഗ്രി നമ്മൾ കൃത്യമായിട്ടൊന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ പ്രദേശം ബാക്കിയുള്ള എല്ലാ ന്യൂനമർദ്ദ മേഖലകളുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഭൂമധ്യരേഖ കടന്നു പോകുന്ന പ്രദേശം അല്ലെങ്കിൽ ഭൂമധ്യരേഖയോട് അനുബന്ധിച്ചുള്ള ഭാഗം ഹൈലി ഇന്റൻസ് ആയിട്ടുള്ള ലോ പ്രഷർ, അതിതീവ്ര ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളാണ്. അതിതീവ്ര ന്യൂനമർദ്ദം, ഹൈലി ഇന്റൻസിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ പ്രഷർ അനുഭവപ്പെടുന്ന, എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഒരു മേഖലയാണ് 0 ഡിഗ്രി ഇക്വേറ്റർ എന്നറിയപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ ആ പ്രദേശത്ത് അല്ലെങ്കിൽ 0 ഡിഗ്രിയോട് ചേർന്ന ആ ഒരു ഹൈ ഇന്റൻസിഫൈഡ് ലോ പ്രഷർ ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, 0 ഡിഗ്രിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ഹൈ ഇന്റൻസിഫൈഡ് ലോ പ്രഷർ ഏരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇവിടെ കൺവേർജൻസ് സോൺ ഉണ്ടല്ലേ. സോ സംതിങ് ഷുഡ് ബി കൺവേർജ് ദെയർ, എന്തെങ്കിലും അവിടെ കൺവേർജ് ചെയ്യപ്പെടണം. ആരോ അവിടെ കൺവേർജ് ചെയ്യപ്പെടുന്നുണ്ട്. ആരാണ് ഇവിടെ കൺവേർജ് ചെയ്യുന്നത്? ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻസിന്റെ പേരാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ്. അവരുടെ ഡയറക്ഷൻ നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റിലേക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. ഡയറക്ഷൻ, തുടങ്ങുന്ന സ്ഥലം നോർത്ത് ഈസ്റ്റ് ആയതുകൊണ്ട്. അതേപോലെ ഇവിടെ നോക്കിയേ, സൗത്ത് ഈസ്റ്റിൽ നിന്ന് ITCZ വന്ന് കൺവേർജ് ചെയ്യുന്ന ട്രേഡ് വിൻസിന്റെ പേരാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ഇത് തുടങ്ങുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ നിന്നായതുകൊണ്ടാണ്. കാറ്റിന്റെ ചലനത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. കാറ്റിന്റെ ഈ ഭാഗത്തെ ചലനത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് മൊത്തം കാറ്റിന്റെ ദിശയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്താണ് കേട്ടോ. ഇത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തും തുടങ്ങുന്നതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും, ഇത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തും തുടങ്ങുന്നതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. ഓക്കെ ആണോ? മനസ്സിലായോ? സോ ഇത് കൺവേർജ് ചെയ്യുന്ന മേഖലയാണ് ഈ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, മലയാളം വാക്ക് അന്തർ ഉഷ്ണമേഖല സംക്രമണ മേഖല. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ITCZ പോലെയുള്ള പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും? അവിടെ കൺവേർജൻസ്, കൂടിച്ചേരൽ നടക്കും. ITCZ പോലെയുള്ള ന്യൂനമർദ്ദ മേഖല ഭൂമിയിൽ എവിടെയെങ്കിലും രൂപപ്പെട്ടാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ കൺവേർജൻസ് അല്ലെങ്കിൽ കൂടിച്ചേരലുകൾ നടക്കും. ഇവിടെ തീർച്ചയായിട്ടും ട്രേഡ് വിൻസിന്റെ കൂടിച്ചേരൽ നടക്കുന്ന മേഖലയാണ് ITCZ എന്ന് പറയുന്നത്. ക്ലിയർ? അത്രയും കാര്യങ്ങളൊക്കെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് 0 ഡിഗ്രിയിൽ ഇത്രയും ഉയർന്ന താപം അനുഭവപ്പെടുന്നത്? അങ്ങനെ ചൂട് കൂടാനുള്ള റീസൺ എന്താണ്? 0 ഡിഗ്രിയിൽ 0 ഡിഗ്രി എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ റീജിയന്റെ മധ്യഭാഗമാണ് 0 ഡിഗ്രി. ട്രോപ്പിക്കൽ റീജിയൻ അല്ലേ? കൃത്യമായി പറഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി വരും, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതുപോലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അല്ലെ 23.5 ഡിഗ്രി സൗത്ത്. ഇതിന് രണ്ടിന്റെ മധ്യഭാഗമാണ് ഭൂമധ്യരേഖ. അതായത് സൂര്യപ്രകാശം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഈ പറഞ്ഞ ട്രോപ്പിക്കൽ ഉഷ്ണമേഖലാ പ്രദേശത്താണ് സൂര്യപ്രകാശം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. അതിന്റെ മധ്യഭാഗമാണ് ഭൂമധ്യരേഖ പ്രദേശം. അപ്പോൾ ഒരു വർഷത്തെ നമ്മൾ ടോട്ടൽ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ഭൂമധ്യരേഖ പ്രദേശത്ത് കിട്ടും, അല്ലെങ്കിൽ ഭൂമധ്യരേഖ പ്രദേശം ഒരു ചൂട് പിടിച്ച ഭാഗമാണ്, ഉഷ്ണമേഖലയുടെ മധ്യഭാഗമാണ് എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ അവിടെ ചൂട് കൂടുതലാണ് എന്ന അർത്ഥത്തിലാണ് ഈ പ്രദേശത്തെ നമ്മൾ ഈ പ്രദേശത്ത് സാധാരണഗതിയിൽ ITCZ ഇവിടെ വന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കാണപ്പെടുന്നത് അല്ലെ. അവിടെ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന്റെ റീസൺ അതാണ്, അല്ലെങ്കിൽ ITCZ അവിടെ രൂപപ്പെടാനുള്ള റീസൺ അതാണ്. എന്നാൽ ഈ ITCZ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്, നോർത്തിലേക്കും സൗത്തിലേക്കും ITCZ ഷിഫ്റ്റിംഗ് സംഭവിക്കാറുണ്ട്. അതായത് 0 ഡിഗ്രിയിൽ ഇരിക്കുന്ന ITCZ പതുക്കെ 1 ഡിഗ്രി 2 ഡിഗ്രി 3 ഡിഗ്രി 4 ഡിഗ്രി അങ്ങനെ ഒരു 25 ഡിഗ്രി വരെയൊക്കെ ഈ പറഞ്ഞ ITCZ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അതേ സെയിം പാറ്റേണിൽ തന്നെ സൗത്തിലേക്കും ITCZ ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് 0 ഡിഗ്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത ITCZ വടക്കോട്ടും അല്ലെങ്കിൽ നോർത്തിലേക്കും തെക്കോട്ട് അല്ലെങ്കിൽ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. സൂര്യന്റെ അപ്പാരന്റ് ആയിട്ടുള്ള ആപേക്ഷികമായിട്ടുള്ള മാറ്റമാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ സൂര്യൻ അങ്ങോട്ട് മുകളിലോട്ട് താഴോട്ട് മാറുന്നതല്ല, ഭൂമിയുടെ ഒരു ടിൽറ്റും ഉണ്ട്, ചെരിവുണ്ട്.
സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന ഭാഗം എന്ത് ചെയ്യപ്പെടും? ഈ ഒരു സൂര്യനെ ഭൂമി കറങ്ങുന്നതിനിടയ്ക്ക് മാറ്റപ്പെടും. ഓക്കെ, ഒരു 6 മാസക്കാലം സൂര്യപ്രകാശം ദക്ഷിണാർത്ഥ ഗോളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ ഭൂമി കറങ്ങി തിരിച്ച് ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ, ഓപ്പോസിറ്റ് ഭാഗത്തെത്തുമ്പോൾ ആ സൂര്യപ്രകാശം കേന്ദ്രീകരിക്കപ്പെടുന്നത് നോർത്ത് ഹെമിസ്ഫിയറിലായിരിക്കും. സദേൺ ഹെമിസ്ഫിയറിൽ 6 മാസം, വീണ്ടും കറങ്ങി ഇവിടെ വരും നോർത്ത് ഹെമിസ്ഫിയർ, പിന്നെ അടുത്ത 6 മാസം കൊണ്ട് വീണ്ടും നോർത്ത് ഹെമിസ്ഫിയർ, വീണ്ടും അടുത്ത 6 മാസം സദേൺ ഹെമിസ്ഫിയർ. ഇങ്ങനെ നോർത്തിലും സൗത്തിലുമായിട്ട് സൂര്യപ്രകാശം എന്ത് ചെയ്യപ്പെടും? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെ നമ്മൾ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് വിളിക്കുന്നത്. ആപേക്ഷിക സ്ഥാനത്തിലുള്ള വ്യതിയാനം, ആരുടെ? സൂര്യന്റെ ഭൂമിക്ക് മേലെയുള്ള ആപേക്ഷിക സ്ഥാനത്തിന് മുകളിലുള്ള വ്യതിയാനം. അത് പ്രകാരം എന്ത് സംഭവിക്കാറുണ്ട്? ചൂട് അനുഭവപ്പെടുന്നത് 0 ഡിഗ്രിയിൽ നിന്ന് നോർത്തിലേക്ക് സൗത്തിലേക്ക് മാറാറുണ്ട്. നമുക്കറിയാം മാർച്ച് മാസം 21 ദിവസം, 21 തീയതി, മാർച്ച് 21 ദിവസത്തിന്റെ ഒരു പ്രത്യേകതയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? എന്താണ്? ഇതൊരു ഇക്വിനോക്സ് ഡേ ആണ്. എന്ന് വെച്ചാൽ സമരാത്ര ദിനം, വിഷുവം എന്നൊക്കെ നമ്മൾ പറയും, ഇക്വിനോക്സ്. ഈ ദിവസം കൃത്യം സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ പതിക്കുന്നു. മാർച്ചിന് ശേഷമുള്ള ദിവസങ്ങൾ സൂര്യപ്രകാശം അല്ലെങ്കിൽ സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം, അപ്പാരന്റ് മൂവ്മെന്റ് നോർത്തിലേക്ക് മാറ്റപ്പെടും. പതുക്കെ ഒരു ജൂൺ മാസത്തോട് അനുബന്ധിച്ച് നമുക്ക് ജൂൺ 21 കാര്യം നിങ്ങൾക്കറിയാം. ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അല്ലെങ്കിൽ ഉത്തരായന രേഖയ്ക്ക് മുകളിൽ സൂര്യപ്രകാശം നേർരേഖയിൽ പതിക്കുന്ന ദിവസമാണ് ജൂൺ 21. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ ഇക്വേറ്ററിൽ അനുഭവപ്പെടുന്ന അതേ തരത്തിലുള്ളൊരു ടെമ്പറേച്ചർ ഈ പറഞ്ഞ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖയുടെ ഭാഗത്തേക്ക് അനുഭവപ്പെടുമെന്നല്ല അതിന്റെ അർത്ഥം. സൂര്യപ്രകാശം ഇങ്ങോട്ട് നേരിട്ട് പതിക്കുന്നിടത്ത് നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ അല്ലെ, നേരത്തെ 0 ഡിഗ്രിയുടെ ഭാഗത്തേക്ക് പതിച്ചിരുന്ന സൺറൈസ്, ഡയറക്റ്റ് സൺറൈസ് ഇപ്പൊ എവിടെ കിട്ടാൻ തുടങ്ങുന്നു? ഡയറക്റ്റ് സൺറൈസ് ഇപ്പൊ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഭാഗത്തേക്ക് കിട്ടാൻ തുടങ്ങുന്നു. നേരത്തെ ഇക്വേറ്ററിന്റെ ഭാഗത്ത് ലഭിച്ചിരുന്ന ഡയറക്റ്റ് സൺലൈറ്റ് ഇപ്പൊ എങ്ങോട്ട് കിട്ടാൻ തുടങ്ങുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഭാഗത്തേക്ക് കിട്ടാൻ തുടങ്ങുന്നു, ഉത്തരായന രേഖയുടെ ഭാഗത്തേക്ക് കിട്ടാൻ തുടങ്ങുന്നു. ദാറ്റ് മീൻസ് IT സീസഡ് 0 ഡിഗ്രിയിൽ നിന്ന് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാരണം 0 ഡിഗ്രിയിലേക്കാൾ കൂടുതൽ ചൂട് ഉത്തരായന രേഖ അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് അവിടെ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ 0 ഡിഗ്രിയിനേക്കാൾ ശക്തമായ ന്യൂനമർദ്ദം, ഇന്റൻസ് ആയിട്ടുള്ള ലോ പ്രഷർ എവിടെ അനുഭവപ്പെടാൻ തുടങ്ങും? ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ റീജിയനിൽ അനുഭവപ്പെടാൻ തുടങ്ങും. IT സീസഡ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു ജൂൺ മാസത്തോടനുബന്ധിച്ച് IT സീസഡ് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ? മാർച്ചിന് ശേഷമാണ് ഈ ഷിഫ്റ്റിംഗ് തുടങ്ങുന്നത്. മാർച്ച് 21 ശേഷമാണ് ഈ ഷിഫ്റ്റിംഗ് തുടങ്ങുന്നത്. ജൂൺ മാസത്തോടനുബന്ധിച്ച് കൃത്യം ജൂൺ 21 ഡേറ്റ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിൽ കൃത്യം അത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഭാഗത്തേക്ക് എത്തുന്നു. മാർച്ചിന് ശേഷം ഷിഫ്റ്റിംഗ് തുടങ്ങുന്നു, ജൂൺ 21 ആകുമ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തുന്നു. ഇതാണ് കണക്ക്. ക്ലിയർ? അപ്പൊ IT സീസണും അതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. ഇനി സെപ്റ്റംബർ 23 എന്ന് പറയുന്നൊരു ദിവസമുണ്ട്, മറ്റൊരു ഇക്വിനോക്സ് ആണ്. നേരെ വെർട്ടിക്കൽ സൺറൈസ്, നേരിട്ടുള്ള സൂര്യപ്രകാശം ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ പതിക്കുന്ന മറ്റൊരു ദിവസമാണ് സെപ്റ്റംബർ 23. സെപ്റ്റംബർ 23 ശേഷമുള്ള ദിവസം ഈ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് സൗത്തിലേക്ക് മാറുന്നു. അതിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ട്രോപ്പിക് ഓഫ് IT സീസണും സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു ഡിസംബർ 22 ആകുമ്പോഴത്തേക്ക് ഈ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്, ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് സൺ ഹിറ്റിംഗ് എവിടെ നടക്കും? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൽ നടക്കും, ദക്ഷിണായന രേഖയിൽ നടക്കും. അതായത് ഈ പറഞ്ഞ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് സൗത്തിലേക്ക് മാറുന്നതനുസരിച്ച് IT സീസൺ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. IT സീസൺ എവിടേക്ക് ഷിഫ്റ്റ് ചെയ്യും? സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ ഈ നോർത്ത് സൗത്ത് ഷിഫ്റ്റിംഗ് ആർക്ക് ഉണ്ടാവാറുണ്ട്? IT സീസണിൽ ഉണ്ടാവാറുണ്ട് എന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചത്. ആരുടെ മൂവ്മെന്റ് ആണ്? സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ്. സണ്ണിന്റെ ഡയറക്റ്റ് സൺലൈറ്റ്, ഡയറക്റ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നതിലുണ്ടാകുന്ന ആ ഡയറക്റ്റ് സൺലൈറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഈ പറഞ്ഞ IT സീസണിന്റെ നോർത്ത് സൗത്ത് ഷിഫ്റ്റിംഗ് കാരണമാകുന്നത് എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ക്ലിയർ? ഇനി ഇതിനകത്ത് ഏത് ഷിഫ്റ്റിംഗ് ആണ് നമ്മുടെ മൺസൂണിനെ ഇമ്പാക്ട് ചെയ്യുന്നത്? നോർത്തിലേക്കുള്ള IT സീസണിന്റെ ഷിഫ്റ്റിംഗ് ആണോ സൗത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണോ? പ്രധാനമായും മൺസൂൺ വരുന്നത് ജൂൺ മാസമല്ലേ? അഡ്വാൻസിങ് മൺസൂൺ എന്നറിയപ്പെടുന്ന ഏത് മൺസൂണിനെയാണ്? സൗത്ത് വെസ്റ്റ് മൺസൂണിനെയാണ് അല്ലെ? സൗത്ത് വെസ്റ്റ് മൺസൂൺ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന്റെ ഒരു മൺസൂണിന്റെ പൊട്ടിപ്പുറപ്പാടെന്നൊക്കെ നമ്മൾ പറയും. മൺസൂൺ ബേസ്റ്റ് നടക്കുന്നത് പ്രധാനമായിട്ട് ജൂൺ അല്ലെങ്കിൽ ജൂണിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസങ്ങൾ, മെയ് മാസത്തിന്റെ അവസാനത്തോടെയൊക്കെയാണ് ഈ ബേസ്റ്റ് ഓഫ് ദ മൺസൂൺ നടക്കുന്നത്, മൺസൂണിന്റെ പൊട്ടിപ്പുറപ്പാട് നടക്കുന്നത്. അപ്പൊ ജൂൺ മാസത്തോടനുബന്ധിച്ചാണ്. ദാറ്റ് മീൻസ് IT സീസണിന്റെ നോർത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ്, പ്രത്യേകിച്ച് IT സീസണിന്റെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഭാഗത്തേക്കൊക്കെ എത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ മൺസൂൺ എത്തുന്നത്. അതുകൊണ്ട് മൺസൂണിനെ പ്രധാനമായിട്ടും അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മൺസൂൺ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം, മൺസൂൺ ജനറേറ്റ് ചെയ്യപ്പെടാനുള്ള കാരണം, മൺസൂൺ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ നമുക്ക് പറയാം IT സീസണിന്റെ നോർത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഇത് പഠിക്കുക. IT സീസണിന്റെ നോർത്തിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ് മൺസൂൺ ജനറേറ്റ് ചെയ്യപ്പെടാനുള്ള
ഒന്നാമത്തെ ഫാക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് IT സീസൺ നോർത്തിലേക്ക് ഷിഫ്റ്റിംഗ്. IT സീസൺ ഏകദേശം എവിടെ എത്തിക്കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് എത്തിക്കഴിയുമ്പോഴാണ് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ IT സീസൺ ഏകദേശം ഒരു 20 ഡിഗ്രിക്കും 25 ഡിഗ്രിക്കും ഇടയ്ക്ക് എത്തുമ്പോൾ, അതായത് നമ്മുടെ ഉത്തര മഹാസമതല ഭാഗമില്ലേ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ഇല്ലേ, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് 25 ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ ഭാഗമാണ്. ആ ഭാഗത്തേക്ക് IT സീസൺ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് മൺസൂൺ വിൻസ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ജൂൺ മാസത്തോടനുബന്ധിച്ച് ഈ പറഞ്ഞ IT സീസൺ ഷിഫ്റ്റിംഗ് എങ്ങോട്ട് നടക്കും? നമ്മുടെ ഉത്തര മഹാസമതല ഭാഗത്തേക്ക് നടക്കും. തൽഫലമായിട്ട് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ നമ്മുടെ വിൻഡിന്റെ മൂവ്മെന്റ്, മൺസൂൺ വിൻഡിന്റെ മൂവ്മെന്റ് അങ്ങോട്ടേക്ക് സംഭവിക്കും. ഇനി ഇതിന്റെ പിന്നിലുള്ള സയൻസ് ആണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ ഒരു ചിത്രത്തിൽ നിന്ന് ഞാൻ ഇത് വ്യക്തമാക്കി തരാം. നോർമൽ കേസിൽ എന്താ സംഭവിക്കുന്നത്? 30 ഡിഗ്രിയിൽ നിന്ന് അല്ലെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതൊരു ഹൈ പ്രഷർ സോൺ ആണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ എന്നാണ് വിളിക്കുന്നത്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്നതിനെ വിളിക്കുന്നത് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺ. ഇവിടെ നിന്ന് കാറ്റുകൾ എങ്ങോട്ട് വരും? 0 ഡിഗ്രിയിലേക്ക്, IT സീസണിലേക്ക് വന്ന് കോയിൻസൈഡ് ചെയ്യും. കാരണം IT സീസൺ ഒരു ലോ പ്രഷർ ആയതുകൊണ്ട് ഒരു കാന്തം പോലെ അല്ലേ, ഇങ്ങോട്ടേക്ക് ഉച്ചമർദ്ദത്തിലെ അല്ലെങ്കിൽ ഹൈ പ്രഷറിലെ കാറ്റുകൾ 0 ഡിഗ്രിയിലേക്ക് ആകർഷിക്കപ്പെടും. ഓക്കെ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോണിൽ നിന്ന് 30 ഡിഗ്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് എങ്ങോട്ടേക്ക്? ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റുകൾ ആകർഷിക്കപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ കാറ്റുകളെ വിളിക്കുന്ന പേരാണ് ട്രേഡ് വിൻസ്. ഇപ്പോൾ എവിടെയാണ് IT സീസൺ? 0 ഡിഗ്രിയിൽ. നോർമൽ കാലത്തെ കാര്യമാണ് പറയുന്നത്. 0 ഡിഗ്രിയിൽ IT സീസൺ ആകുമ്പോൾ ട്രേഡ് വിൻസിന്റെ ദിശ ഇങ്ങനെയാണ്. ക്ലിയർ? ഇനി നമുക്ക് ഈ ഒരു വേൾഡ് മാപ്പിനകത്ത് ഇന്ത്യയുടെ ഒരു സ്ഥാനം ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് നോക്കിക്കോളാം. ഏകദേശം ഒരു ജൂൺ മാസത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ജൂൺ മാസത്തിന്റെ മുന്നോടിയായിട്ട് IT സീസൺ പതുക്കെ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞായിരുന്നു. IT സീസൺ അത് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? നോർത്തിലേക്ക്. കാണിച്ചു തരാം. ഓക്കെ, IT സീസൺ പതുക്കെ ഇങ്ങനെ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഉണ്ടോ? ഇങ്ങനായി. ഇത്തരത്തിൽ ഇതാണ് ഞാൻ ഈ വരച്ചേക്കുന്നതാണ് IT സീസൺ. നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല അത് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ കുറച്ച് താഴ്ന്നായിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാഗം എത്തുമ്പോൾ ഇവിടെ കുറച്ച് ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഈ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ്, നോർത്തിലേക്കുള്ള അപ്പാരന്റ് മൂവ്മെന്റ് സമയത്ത് ഈ ഭാഗത്ത് കുറച്ച് കൂടുതൽ ചൂട് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ IT സീസൺ ഇങ്ങനെ ചരിച്ചു വരച്ചേക്കുന്നത്. ക്ലിയർ? അപ്പൊ IT സീസൺ വരച്ചു. IT സീസൺ സ്ഥാനം ഏകദേശം ജൂൺ മാസത്തോടനുബന്ധിച്ച് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടു. ഇനി നമുക്ക് ട്രേഡ് വിൻസ് ഒന്ന് വരയ്ക്കാം. നോക്കിക്കോ, ഇവിടുത്തെ ട്രേഡ് വിൻഡ് വാണിജ്യവാദം IT സീസണിലേക്ക് വന്ന് കൂടിച്ചേർന്നു. കാരണം IT സീസണിലേക്കാണ് ഇവർ കൂടിച്ചേരേണ്ടത്. നേരത്തെ 0 ഡിഗ്രിയിലായിരുന്നു IT സീസൺ. അപ്പം ഈ കാറ്റുകൾ എവിടെ വന്ന് കൂടിച്ചേർന്നായിരുന്നു? നേരത്തെ 0 ഡിഗ്രിയിൽ IT സീസൺ ഉണ്ടായിരുന്നപ്പോൾ ഈ കാറ്റുകൾ എവിടെ വന്ന് ജോയിൻ ചെയ്തു? 0 ഡിഗ്രിയിൽ വന്ന് ജോയിൻ ചെയ്തു അല്ലേ? ഇപ്പൊ IT സീസൺ കുറച്ച് നോർത്തിലേക്ക് ആയതുകൊണ്ട് അവർ ഈ പറഞ്ഞ ഭാഗത്ത് കണ്ടോ, ഈ നോർത്തിൽ വന്ന് ഇവിടെ വന്ന് കൂടിച്ചേരുന്നു. ക്ലിയർ? ഇനി നമുക്ക് സദേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻസ് വരയ്ക്കാം. സദേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻസ് IT സീസണിലേക്ക് വരേണ്ടത്, 0 ഡിഗ്രിയിലേക്കല്ല അവരെത്തേണ്ടത്, അവസാനിക്കേണ്ടത് അവിടെയല്ല, IT സീസണിലേക്ക് വരേണ്ടത്. നോക്കി, തൽക്കാലം നമുക്ക് 0 ഡിഗ്രി വരെ വരയ്ക്കാം. പക്ഷെ അവരുടെ യാത്ര കംപ്ലീറ്റ് ആയിട്ടില്ല. IT സീസണിലേക്ക് എത്തപ്പെടേണ്ടവരവരും അല്ലേ? നോക്ക്, IT സീസണിലേക്കാണ് ഈ ട്രേഡ് വിൻസ് വന്ന് കൂടിച്ചേരേണ്ടത്. ഇപ്പൊ 0 ഡിഗ്രി വരെ വന്നിട്ടുള്ളൂ. IT സീസണിലേക്കാണ് വരേണ്ടത്. ഇപ്പൊ എവിടെ വരെ വന്നിട്ടുള്ളൂ? നോക്കി, ഇപ്പൊ എവിടെ വരെ വന്നിട്ടുള്ളൂ? 0 ഡിഗ്രി വരെ വന്നിട്ടുള്ളൂ. ഇനി അവർക്ക് IT സീസണിലേക്കുള്ള യാത്ര ഇനി ബാക്കിയുണ്ട്. എന്ത് സംഭവിക്കും? ഇതിന്റെ പേരെന്താന്ന് ആദ്യം പറഞ്ഞു. ഇതിന്റെ പേരെന്താണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നതിനെ വിളിക്കുന്നത്. ഇതിന്റെ പേരെന്താ? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? നോക്കി, ഇതിന്റെ പേരെന്താണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ഇനി എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ഇവര് ഈ ഇക്വേറ്റർ ക്രോസ് ചെയ്യും. ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് വലത്തോട്ട് ചെരിഞ്ഞു പോകും. നോക്ക്, ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കോറിയോലിസ് എഫക്ട് കാരണം ഈ പറഞ്ഞ വിൻഡിന്റെ ഡയറക്ഷൻ നേരെ വലത്തോട്ട് തിരിയും, റൈറ്റിലേക്ക് തിരിയും. ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നേരെ റൈറ്റിലേക്ക് തിരിയും. കണ്ടോ? ഒന്ന് ഇക്വേറ്റർ ക്രോസ് ചെയ്ത നേരെ റൈറ്റിലേക്ക് തിരിയും. ക്ലിയർ? അപ്പൊ ഇവിടുന്ന് വരുന്നവർ ഇക്വേറ്റർ ക്രോസ് ചെയ്ത് റൈറ്റിലേക്ക് വരുന്നു. ഇനി ഈ റൈറ്റിലേക്ക് പോയ വിൻഡിന്റെ പേര് നമുക്ക് നോക്കാം. ഈ റൈറ്റിലേക്ക് പോയ വിൻഡിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. നോക്കിക്കോണേ, ഇവിടുന്നാണ് തുടങ്ങിയത്. ഇക്വേറ്റർ കഴിഞ്ഞിട്ടുള്ള നമ്മൾ നോക്കിയാൽ മതി. ഇവിടം വരെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആയിരുന്നു. ഇക്വേറ്റർ വരെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആയിരുന്നു. ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്ക്, ഇവിടുന്ന് അവർ തുടങ്ങുന്നത് സൗത്ത് വെസ്റ്റ് നിന്നാണ് തുടങ്ങുന്നത്. സൗത്ത് വെസ്റ്റ് വിൻഡ് ആയിട്ടാണ് അവർ ഇനി ഇന്ത്യയിലേക്ക് വരുന്നത്.
ഈ സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡിന്റെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് തെക്ക് പടിഞ്ഞാറൻ കാറ്റുകളായി മാറത്തില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. അതിനാണ് എന്ത് വിളിക്കുന്നത്? സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറിയത്? ആരാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറിയത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കോറിയോളിസ് എഫക്റ്റിന്റെ സ്വാധീനത്താൽ വലത്തോട്ട് തിരിഞ്ഞാണ് ആരായി മാറുന്നത്? സൗത്ത് വെസ്റ്റ് ട്രേഡ് വിൻഡായി മാറുന്നത്. അപ്പൊ ഈ കാറ്റുകൾ വരുന്നത് ഇതിലെ കൂടെയാ? ഈ കാറ്റുകൾ വരുന്നത് ഇവിടെ അറേബ്യൻ സീ. അതുപോലെ തന്നെ ഈ ഭാഗം നോക്കിക്കേ, അവർ പോകുന്നത് ബേ ഓഫ് ബംഗാൾ. ഇവിടുന്നെല്ലാം ഈ കടന്നു പോകുന്ന വഴിക്ക്, ഈ കാറ്റുകൾ കടന്നു പോകുന്ന വഴിക്ക് ഇവിടുന്നെല്ലാം അവർ എന്ത് കളക്ട് ചെയ്യും? വാട്ടർ വേപ്പർ കളക്ട് ചെയ്യും. ഈ വാട്ടർ വേപ്പർ കളക്ട് ചെയ്തുകൊണ്ട് അവരെവിടെ വരും? ഇവിടുത്തെ നമുക്ക് ഇവിടെ വെസ്റ്റേൺ ഗട്ട്സ് ഉണ്ട്, ഈ ഭാഗത്താണെങ്കിൽ ഖാസി ഗാരോ ജയന്തിയ ഹിൽസ് ഉണ്ട്, പൂർവാചൽ ഹിൽസ് ഉണ്ട്, ഇനി നോർത്തിലാണെങ്കിൽ ഹിമാലയാസ് ഉണ്ട്. ഈ പറഞ്ഞ കുന്നുകളിലാണ് പോയി ഇടിക്കുന്നത്. ഒരു പർവ്വതത്തില് ഒരു മൗണ്ടന്റെ ഒരു സൈഡിൽ വന്നിട്ട് ഒരു വാട്ടർ വേപ്പർ ഫില്ല് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈർപ്പം നിറഞ്ഞ ഒരു കാറ്റ് വന്ന് ഇടിച്ചാൽ എന്ത് സംഭവിക്കും? ഇത് ഇടിച്ച് മുകളിലേക്ക് ഉയരും അല്ലെ? ഈ കാറ്റ് ഈ പർവ്വതത്തിന്റെ ചെരിവിൽ ഇടിച്ച് മുകളിലോട്ട് ഉയർന്ന ചെരിവിലൂടെ മുകളിലേക്ക് ഉയർന്ന് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ചെയ്യും, ക്ലൗഡ് മേഘങ്ങളായി മാറും, മഴ പെയ്യും. മനസ്സിലായോ? ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻ. ഒരു പർവ്വതം കാരണം ആ പർവ്വതത്തിൽ ഇടിച്ച കാറ്റ് മുകളിലോട്ട് ഉയർന്ന് അതിൽ നിന്ന് മഴ കിട്ടിക്കഴിഞ്ഞാൽ ആ മഴയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓറോഗ്രാഫിക് റെയിൻ. ഇവിടെ ഇന്ത്യയിൽ ഈ മൺസൂൺ വിൻഡിൽ നിന്ന് മഴ ലഭിക്കാൻ കാരണമായത് വെസ്റ്റേൺ ഗട്ട്സും ഹിമാലയാസും പൂർവാചലും ഒക്കെയാണ്. മനസ്സിലായോ? അതുകൊണ്ട് മൺസൂണിൽ നിന്ന് ലഭിക്കുന്ന മഴ ഓറോഗ്രാഫിക് റെയിൻ ആണ്. എന്ത് റെയിനാണ്? ഓറോഗ്രാഫിക് റെയിൻ ആണ്. ഓറോഗ്രാഫിക് റെയിൻഫോൾ ആണ്. ശൈലവൃഷ്ടി എന്ന് പറയും. നമ്മുടെ ചോദ്യത്തിനകത്ത് ഓറോഗ്രാഫി കടന്നു വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ? അപ്പം എഫക്ട്സ് ഓഫ് എന്താണ്? ഓറോഗ്രാഫിക് എഫക്ട്സ്. എങ്ങനെയാണ് മൺസൂണിന് ഓറോഗ്രാഫിക് എഫക്ട്സ് കാരണമാണെന്ന് നമ്മൾ പറഞ്ഞു. IT സീസൺ ഷിഫ്റ്റിങ് എങ്ങനെ മൺസൂണിന്റെ വരവിനെ സ്വാധീനിക്കുന്നു ഞാൻ പറഞ്ഞു തന്നു. IT സീസൺ നോർത്തിലേക്കുള്ള ഷിഫ്റ്റിങ് ട്രേഡ് വിൻസിനെ എങ്ങോട്ടേക്ക് ആകർഷിക്കും? ഇന്ത്യയിലേക്ക് ആകർഷിക്കും. കണ്ടോ? ട്രേഡ് വിൻസിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആ ട്രേഡ് വിൻസിൽ നിന്നാണ്, ട്രേഡ് വിൻഡ് കടന്നു വരുന്ന സ്ഥലം ഡ്രൈ ലാൻഡ് ആയിരുന്നെങ്കിൽ മഴ കിട്ടത്തില്ലായിരുന്നു. ഈ ട്രേഡ് വിൻഡ് കടന്നു വരുന്നത് നല്ലപോലെ ചൂടായി കിടക്കുന്ന അറബിക്കടലിന്റെയും ബേ ഓഫ് ബംഗാളിന്റെയും മുകളിലായതുകൊണ്ടാണ് ഇത് ധാരാളമായിട്ട് വാട്ടർ വേപ്പർ കളക്ട് ചെയ്ത് നമുക്ക് എന്ത് കൊണ്ടുതന്നത്? മഴ കൊണ്ടുതന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കണ്ടോ? ക്ലിയർ? അപ്പൊ IT സീസൺ ഷിഫ്റ്റിംഗ് കാരണം നമുക്ക് മഴ കിട്ടിയതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഞാനിവിടെ വരച്ചത്. നോക്കുക, ഇന്ത്യയുടെ സ്ഥാനം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആഫ്രിക്ക, ഇത് ഇക്വേറ്റർ. IT സീസൺ നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ, അത് ഏകദേശം ഇങ്ങനെയാണ്, ഇത്തരത്തിലാണ് അതിന്റെ ഷിഫ്റ്റിംഗ് നടക്കുന്നത്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെയാണ് നടക്കുന്നത്. ഇതാണ് IT സീസൺ. ഇവിടെയൊക്കെ എന്തുകൊണ്ടാണ് IT സീസൺ ഉയരത്തിലേക്ക് വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ, ആഫ്രിക്കയുടെ ഈ ഭാഗത്തൊക്കെ എന്താണെന്നറിയോ? ഇവിടെയൊക്കെ കോൾഡ് ഓഷ്യൻ കറൻസ് ധാരാളമുണ്ട്. കോൾഡ് ഓഷ്യൻ കറൻസ്. ഈ കോൾഡ് ഓഷ്യൻ കറൻസിന്റെ സ്വാധീനം കൊണ്ട് ഇവിടെ എല്ലാം എന്താണ്, കാര്യമായിട്ട് ചൂടാവത്തില്ല ഈ ഭാഗം. അതുകൊണ്ടാണ് IT സീസൺ ഈ ഭാഗത്തൊന്നും ഒത്തിരി നോർത്തിലേക്ക് പോകാത്ത ഇവിടെ തന്നെ തന്നെ ഉണ്ടാവും, ഈ താഴെ തന്നെ ഇക്വേറ്ററിനോട് പറ്റി തന്നെ കിടക്കുന്നത്. അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് അടുത്ത് ഈ IT സീസൺ ഈ ഭാഗത്ത് ഒത്തിരി മുകളിലോട്ട് പോകാത്തതിന്റെ റീസൺ അതാണ്. ക്ലിയർ? ഇങ്ങോട്ടൊന്നും കാര്യമായിട്ട് ചൂടായിട്ടില്ല, ഈ ഭാഗത്തൊന്നും കാര്യമായിട്ട് ചൂടായിട്ടില്ല. കാരണം എന്നാ, ഇവിടെ എല്ലാം കോൾഡ് ഓഷ്യൻ കറൻസ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് എന്ത് വരുന്നുണ്ട്? കോൾഡ് ഓഷ്യൻ കറന്റ്. പ്രത്യേകിച്ച് ഇതിലെ കൂടെ വരുന്ന കോൾഡ് ഓഷ്യൻ കറന്റ് പേരെന്താണ്? കാനറി എന്ന് പറയുന്നത്. കാനറി ഇവിടുന്ന് വരുന്ന പോളാർ റീജിയനിൽ വരുന്ന കേട്ടോ. കാനറി എന്ന് പറയുന്ന ഒരു കോൾഡ് ഓഷ്യൻ കറന്റ് വരും. അതുകൊണ്ടാണ് IT സീസൺ ഈ ആഫ്രിക്കയുടെ വെസ്റ്റിലൊന്നും ഒത്തിരി ഉയരത്തിൽ കാണപ്പെടാത്തത്. നമുക്കാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്താണെങ്കിൽ ഇവിടെ രണ്ടും നമുക്ക് അങ്ങനെ കോൾഡ് ഓഷ്യൻ കറൻസിന്റെ സാന്നിധ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഈ പ്ലെയിൻ റീജിയൻ മുഴുവൻ നല്ലപോലെ ചൂടായിരിക്കും. അതുകൊണ്ട് IT സീസൺ അവിടെ നോർത്തിലേക്ക് അത്രയും ഉയരത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ക്ലിയർ? അപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിൽ നിന്ന് ട്രേഡ് വിൻഡ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് 0 ഡിഗ്രി വരെ എത്തുന്നു. കഴിഞ്ഞിട്ടില്ല, അവർ IT സീസൺ വരെ എത്തപ്പെടണം. ഇക്വേറ്റർ ക്രോസ് ചെയ്യും, വലത്തോട്ട് തിരിയും. ഇക്വേറ്റർ ക്രോസ് ചെയ്യും, വലത്തോട്ട് തിരിയും. അടുത്ത കാറ്റുകളായി മാറുന്നു. അടുത്ത ബ്രാഞ്ച്, ഇവിടെ തൊട്ടുള്ള ബ്രാഞ്ചിനെ വിളിക്കുന്ന പേര് സൗത്ത് വെസ്റ്റ് മൺസൂൺ കേട്ടോ. ഇവിടെ തൊട്ടുള്ള ബ്രാഞ്ച് ആണിത് സൗത്ത് വെസ്റ്റ് മൺസൂൺ കേട്ടോ. ഇങ്ങനെ വരുന്നു, ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്നു, സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറുന്നു. അപ്പൊ ആരാണ് സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോണം, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ആരാണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ് ആരായി മാറിയത്? സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറിയത്. IT സീസൺ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? നോർത്തിലേക്കാണ് ഷിഫ്റ്റ് ചെയ്തത്. IT സീസൺ ഏറ്റവും കൂടുതൽ വടക്ക് ഭാഗത്ത് എത്തപ്പെട്ടത് എവിടെയാണ്? ഇന്ത്യയുടെ ഭാഗത്താണ്. ഏകദേശം നമ്മുടെ ഏത് ഭാഗത്തോടാണ് കടന്നു പോകുന്നത്? നോർത്തേൺ പ്ലെയിൻസ്. ജൂണിനോടനുബന്ധിച്ച് നമ്മുടെ നോർത്തേൺ പ്ലെയിൻസിന്റെ ഭാഗത്തേക്ക് അത് മാറ്റപ്പെടുന്നു. ക്ലിയർ അല്ലേ? കണ്ടോ IT സീസണിന്റെ സ്ഥാനം കണ്ടോ? ഇത് ഇക്വേറ്റർ ആണ്. IT സീസൺ കണ്ടില്ലേ? ഇതിന്റെ ആഫ്രിക്കയുടെ ഈ ഭാഗത്ത് ഒത്തിരി താഴെയാണ്. ഇന്ത്യയുടെ ഭാഗത്ത് എത്തുമ്പോൾ അത് അത്യാവശ്യം നമ്മുടെ ഈ റീജിയൻ കണ്ടോ? ഏതാണെന്ന് മനസ്സിലായോ?
നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് റീജിയൻ ആണ് കേട്ടോ. അവിടെ കൂടി ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടം വരെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഉണ്ട്. ഇവിടം വരെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് അത് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ കേട്ടോ, നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡായി മാറുന്നു. അത് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് വലത്തോട്ട് തിരിഞ്ഞ് നോർത്തിലേക്ക് എത്തിയപ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് മൺസൂൺ വിൻഡുകളായിട്ട് ഇന്ത്യയുടെ ഭാഗത്തേക്ക് എത്തുന്നു. കാരണം ഇത് വരുന്ന സ്ഥലം നോക്ക്, ഇത് വരുന്ന സ്ഥലം ഇവിടെ അറേബ്യൻ സീ ആണ്, ഇവിടെ ബേ ഓഫ് ബംഗാൾ ആണ്, ഇതെല്ലാം ഇന്ത്യൻ ഓഷൻ ആണ്. വരുന്നത് മുഴുവൻ ഇപ്പൊ ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണെങ്കിലും അതിനുശേഷമുള്ള സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണെങ്കിലും വരുന്നത് മുഴുവൻ എവിടെയാ? ഓഷ്യൻ റീജിയനിലൂടെ വരുന്നത്, സമുദ്രഭാഗങ്ങളിലൂടെ വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും അധികം മൺസൂൺ മഴ നമുക്ക് ഇന്ത്യയുടെ ഈ ഭാഗത്ത് കിട്ടുന്നത്. ഇത്രയും അധികം മൺസൂൺ മഴ നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി ITCSD ഏത് മാസം കഴിയുമ്പോൾ ഇത് സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും? ITCSD ഇതുണ്ടോ? ITCSD ഒരു സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്ക് നേരെ സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടും. നോർത്തിലുണ്ടാകുന്ന ITCSD സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു സെപ്റ്റംബറിന് ശേഷം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്നുള്ള കാറ്റുകൾ കണ്ടോ, ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് കൂടുതൽ ശക്തമാവും. മാത്രമല്ല ITCSD ഇവിടെ എത്തിയ നേരം കൊണ്ട് ഈ ബംഗാൾ ഉൾക്കടൽ മുഴുവൻ ചൂടാവും. അതുകൊണ്ട് ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിൽ നിന്ന് കൂടുതൽ ഈർപ്പം കിട്ടും. അതാണ് നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂണായി മാറുന്നത്. നോർത്ത് ഈസ്റ്റ് മൺസൂണായി മാറുന്നത് കേട്ടോ. ഈ ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് മൺസൂണായി മാറുന്നത് ഈ വരുന്ന ട്രേഡ് വിൻസാ. ക്ലിയർ അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പലർക്കും വരുന്നൊരു സംശയമാണ്, നോർമൽ ടൈമിൽ ഇന്ത്യയുടെ ഈസ്റ്റ് ഭാഗമൊക്കെ നോർമൽ കാലഘട്ടത്തിൽ, അതായത് ITCSD 0 ഡിഗ്രിയിലുള്ളപ്പോൾ ഇന്ത്യയുടെ ഈ ഭാഗമൊക്കെ ഈ പറഞ്ഞ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന്റെ സ്വാധീനത്തിലല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇവിടെ മഴ കിട്ടാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസണിലൊന്ന് ഈ പറഞ്ഞ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, സൗത്ത് വെസ്റ്റ് മൺസൂൺ കഴിഞ്ഞതിന് ശേഷമാണ്, അല്ലെങ്കിൽ ആ ഒരു കഴിയുന്ന കാലഘട്ടം തൊട്ടാണ് ബംഗാൾ ഉൾക്കടൽ നല്ലപോലെ ചൂടാകുന്നത്. മാത്രമല്ല ITCSD സൗത്തിലേക്ക് മാറിയപ്പോഴത്തേക്ക് ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കൂടുതൽ ശക്തമാവും. ITCSD സൗത്തിലേക്ക് മാറുമ്പോൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് കൂടുതൽ ശക്തമാവും. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ശക്തമായി, ഇവിടെ ഈ കടൽ ചൂടായി, അതുകൊണ്ട് ഇവിടെ കൂടുതൽ വാട്ടർ വേപ്പർ ഉണ്ടാവും. ഈ വരുന്ന കാറ്റുകൾ കൂടുതൽ വാട്ടർ വേപ്പർ എടുത്തുകൊണ്ട് തമിഴ്നാട് പോലെയുള്ള സ്ഥലങ്ങളിൽ നല്ല മഴ പെയ്യിക്കും അല്ലേ? അതാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലം, രണ്ടാമത്തെ മൺസൂൺ കാലം. അപ്പൊ ചോദ്യം വരാം, നോർത്ത് ഈസ്റ്റ് മൺസൂൺ കാലത്ത് ITCSD എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? 0 ഡിഗ്രിക്ക് സൗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അല്ലെ? അടുത്ത ചോദ്യം, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാലത്ത് ITCSD എങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്? 0 ഡിഗ്രിക്ക് നോർത്തിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഓറോഗ്രാഫിക് എഫക്ട്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. ITCSD ഷിഫ്റ്റിംഗ് പറയുന്നത് ഒന്നുകൂടെ കണ്ടോ. ITCSD ജൂൺ കഴിഞ്ഞിട്ട് ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ITCSD നല്ലപോലെ അങ്ങ് ശക്തമാവും. കണ്ടോ, നല്ലപോലെ അങ്ങ് ശക്തമാവും ITCSD. അതിന്റെ ഫലമായിട്ട് ഇങ്ങോട്ട് വരുന്ന കാറ്റുകൾ ഈ പറഞ്ഞ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്നു, മഞ്ഞ നിറത്തിലുള്ള ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്നു, നേരെ വലത്തോട്ട് തിരിയുന്നു, സൗത്ത് വെസ്റ്റ് മൺസൂൺ കാറ്റുകളായിട്ട് ഇന്ത്യയിലേക്ക് എത്തുന്നു. കണ്ടോ, ഇവിടെയുള്ള പശ്ചിമഘട്ടം, ഈ ഭാഗത്തുള്ള ഹിമാലയം, ഇവിടെയുള്ള പൂർവാചൽ, ആ റേഞ്ചസ് എല്ലാം ഈ കാറ്റിനെ തടഞ്ഞു നിർത്തും. അതിനകത്തുള്ള വാട്ടർ വേപ്പറിനെ തണുപ്പിക്കും, കണ്ടൻസ് ചെയ്യിപ്പിക്കും. ഇവിടെ എല്ലാം എന്ത് കിട്ടും? മഴ കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ഏകദേശം ഒരു ജൂലൈ മാസത്തിലെ ITCSD സ്ഥാനം നോക്കിക്കോ ഇന്ത്യയിലെ. ഇത്രയൊക്കെ പോരെ ഇത് മനസ്സിലാക്കാനായിട്ട്? ഇവിടം വരെ ആരാണ്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് നോർത്തിലേക്ക് തിരിയുന്നു. കൊറിയോലിസ് എഫക്റ്റ് കാരണം വലത്തോട്ട് തിരിയുന്നു. വലത്തോട്ട് തിരിയുന്നു. 0 ഡിഗ്രിക്ക് മുകളിൽ എത്തിക്കഴിയുമ്പോൾ, 0 ഡിഗ്രിക്ക് നോർത്തിൽ എത്തിക്കഴിയുമ്പോൾ വലത്തോട്ട് തിരിയുന്നു. എന്തായി മാറുന്നു? സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറുന്നു. കേട്ടോ, അപ്പോൾ ഈ ട്രേഡ് വിൻഡ് തന്നെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂണായി വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഇവിടെ ഇതാണ് 0 ഡിഗ്രി. കണ്ടോ, ഇതിന്റെ ഒരു സാറ്റലൈറ്റ് ഇമേജ് കണ്ടോ നിങ്ങൾ, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഇമേജ് കണ്ടോ? സാറ്റലൈറ്റ് അല്ല, ഗ്രാഫിക്കൽ ഇമേജ് കണ്ടോ? ഈ കാറ്റുകൾ എങ്ങോട്ട് ഇങ്ങനെ വരുന്നത് കണ്ടോ? നിങ്ങൂടെ കാണാമോ? കാറ്റുകൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടോ? അതുപോലെ തന്നെ ഇവിടെയും 2 ബ്രാഞ്ചായിട്ടാണ് വരുന്നത്. ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്തൂടെയും അറേബ്യൻ സീയുടെ ഭാഗത്തൂടെയാണ് വരുന്നത്. അറേബ്യൻ സീയുടെ ഭാഗത്തൂടെ വരുന്നത് പ്രധാനമായിട്ടും തടയപ്പെടുന്നത് പശ്ചിമഘട്ടം കൊണ്ട്. ബാക്കിയുള്ളത് എങ്ങോട്ട് വരുന്നുണ്ട്? ഹിമാലയത്തിന്റെ ഭാഗത്തോട്ട് വരുന്നുണ്ട് അല്ലെ? 3 ബ്രാഞ്ചായിട്ട് വരുന്നത്. ഇത് 3 ഉപശാഖകളായിട്ട് പിരിഞ്ഞാണ് വരുന്നത്. ഒരു ബ്രാഞ്ച് വിന്ധ്യ സത്പുര റീജിയന്റെ ഭാഗത്തൂടെ ചോട്ടാ നാഗ്പൂർ റീജിയനിലേക്ക് വരും. ഒരു ബ്രാഞ്ച് ഈ വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗത്ത് വന്നിരിക്കും. ഒരു ബ്രാഞ്ച് നേരെ ആ ഒരു നോർത്തേൺ ഹിമാലയത്തിന്റെ ഭാഗത്തേക്ക് പോകും. അതുപോലെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചും 2 ഉപശാഖകളായിട്ട് പിരിഞ്ഞാണ് വരുന്നത്. ഒരു ബ്രാഞ്ച് ആദ്യം ഈ നേരെ ചെന്നിടിച്ച് ആരക്കൻ ഹിൽസിൽ ഇടിച്ച് തിരിച്ചു വരും. ആരക്കൻ ഹിൽസിൽ ഇടിച്ച് തിരിച്ചു വന്നിട്ട് ഒരു ബ്രാഞ്ച് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് അത് ഖാസി ഹിൽസിൽ ചെന്ന് ഇടിക്കുന്നു. അവിടെ ചെന്ന് ഇടിച്ച് തണുത്ത് ഇവിടെ മഴയായിട്ട് മാറുന്നു.
അല്ലെ മൗസൺ റാം, ചിറാപ്പുഞ്ചി എന്നീ സ്ഥലങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മഴ കിട്ടാനുള്ള കാരണം ഈ ബ്രാഞ്ചാണ്, സൗത്ത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചാണ്. ഒരു ബ്രാഞ്ച് നേരെ ഇന്ത്യക്കുള്ളിലേക്ക് പ്രവേശിക്കും കണ്ടോ. അത് ഈ പറഞ്ഞ അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് കൂടിച്ചേർന്ന് ഹിമാലയത്തിന്റെ ഭാഗത്തേക്ക് പോകും. ഹിമാലയത്തിൽ വെച്ച് തടയപ്പെടും. ഇവിടെ മുഴുവൻ മഴ പെയ്യും. മനസ്സിലായോ? അപ്പോൾ ഓറോഗ്രഫി അല്ലെങ്കിൽ പർവ്വതം എന്തുമാത്രമാണ്, എത്രമാത്രമാണ് ഈ കാറ്റുകളുടെ അല്ലെങ്കിൽ ഈ കാറ്റുകളെ തടയുന്നതും അല്ലെങ്കിൽ മഴയ്ക്ക് കാരണമാകുന്നതും നിങ്ങൾക്ക് മനസ്സിലായോ? പർവ്വതങ്ങളുടെ സ്വാധീനം എന്തുമാത്രമുണ്ട്, നമുക്ക് പർവ്വതങ്ങളുടെ സ്വാധീനം എന്തുമാത്രമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ക്ലിയർ? ഓക്കെ ആണോ ഇപ്പം ഇത്രയും കാര്യങ്ങൾ? ഇനി അടുത്ത ജെറ്റ് സ്ട്രീംസ് ആണ്. ജെറ്റ് സ്ട്രീംസ് രണ്ടാമത്തത്. ജെറ്റ് സ്ട്രീംസ് രണ്ടല്ല, മൂന്നാമത്തെയായി. ഇപ്പം നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു? ITCSന് ഷിഫ്റ്റിംഗ് പഠിച്ചു, ഓറോഗ്രാഫിക് ഫീച്ചേഴ്സ് എങ്ങനെ നമ്മളെ സഹായിക്കുന്നു, മൺസൂണിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു പഠിപ്പിച്ചു, അല്ലെങ്കിൽ മൺസൂണിന് എങ്ങനെ മഴ കിട്ടാൻ കാരണമെന്ന് പഠിപ്പിച്ചു. ഇനി മൂന്നാമത്തെ ജെറ്റ് സ്ട്രീംസും അത് കഴിഞ്ഞ് എൻസോയും. ഇതും കൂടെ നമുക്ക് പറഞ്ഞാൽ മതി. ഈ രണ്ടെണ്ണം കൂടെ പറഞ്ഞാൽ ഈ ടോപ്പിക് അവസാനിപ്പിക്കാം. ഓക്കെ, ആദ്യം ജെറ്റ് സ്ട്രീംസ്. എന്താണ് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്? ജെറ്റ് സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടെ ജെറ്റ് സ്ട്രീം കാണപ്പെടുന്നത്? ജെറ്റ് സ്ട്രീം സർഫസ് വിൻസ് അല്ല, അപ്പർ ട്രോപ്പോസ്ഫെറിക് വിൻസ് ആണ്. കൃത്യമായി പറഞ്ഞാൽ ട്രോപ്പോ പാസ് എന്നറിയപ്പെടുന്ന റീജിയനിലാണ് ജെറ്റ് സ്ട്രീമുകൾ കാണപ്പെടുന്നത്. ട്രോപ്പോ പാസ് എവിടെ കാണപ്പെടുന്നത്? ട്രോപ്പോ പാസ്. ട്രോപ്പോ പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ സർഫസിൽ നിന്ന് തിരിച്ച് വരച്ച് കാണിച്ചു തരാം. 1 സെക്കൻഡ്. അപ്പോൾ ഇത് ഭൂമിയുടെ ഉപരിതലമാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് ഏകദേശം ഒരു 13 കിലോമീറ്റർ ആവറേജ് ഉയരത്തിലുള്ള പ്രദേശമാണ് ട്രോപ്പോ പാസ്. ട്രോപ്പോ പാസ് ഇക്വേറ്റർ റീജിയനിൽ 18 കിലോമീറ്റർ വരെയും പോളാർ റീജിയൻസിൽ 8 കിലോമീറ്റർ വരെയാണ് ഹൈറ്റ്. അതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ഒരു എത്രയാ, ഒരു 13 കിലോമീറ്റർ ഉയരത്തിലാണ് ട്രോപ്പോ പാസ് ഉള്ളത്. ഈ ട്രോപ്പോ പാസിലൂടെയുള്ള വിൻ മൂവ്മെന്റിനെയാണ് നമ്മൾ ജെറ്റ് സ്ട്രീംസ് എന്ന് വിളിക്കുന്നത്. എല്ലാ വിൻ മൂവ്മെന്റിനെ അല്ല, ചില പ്രത്യേക മേഖലകളിലൂടെയുള്ള വിൻ മൂവ്മെന്റ്സ്. അപ്പോൾ ട്രോപ്പോ പാസിൽ ജെറ്റ് സ്ട്രീംസ് കാണത്തുള്ളൂ എന്നുള്ള കാര്യം ആദ്യം ഓർക്കുക. കുറച്ചുകൂടെ ലോവർ ലെയർ ജെറ്റ് സ്ട്രീംസും ഉണ്ട് കേട്ടോ. കുറച്ച് ഇപ്പോൾ സൊമാലി ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് ഒരു സബ് സർഫസ് ജെറ്റ് സ്ട്രീമാണ്. സർഫസിനോട് ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ സർഫസിൽ നിന്ന് ഒത്തിരി മുകളിലല്ലാത്ത ഒരു ജെറ്റ് സ്ട്രീമാണ് സൊമാലി എന്ന് പറയുന്ന ഒരു ജെറ്റ് സ്ട്രീം. ബാക്കിയുള്ള പ്രധാനപ്പെട്ട ജെറ്റ് സ്ട്രീംസ് എല്ലാം തന്നെ, പെർമനന്റ് ജെറ്റ് സ്ട്രീംസ് എല്ലാം തന്നെ ഈ പറഞ്ഞ ട്രോപ്പോ പാസ് 10-13 കിലോമീറ്റർ ഉയരത്തിൽ, ആവറേജ് ഹൈറ്റ് അതാണല്ലോ. പുസ്തകങ്ങൾക്കകത്തൊക്കെ 8 തൊട്ട് ഒരു പറഞ്ഞ ട്രോപ്പോ പാസ് 18 കിലോമീറ്ററിന്റെ ഇടയ്ക്കാണ് ഈ പറഞ്ഞ ജെറ്റ് സ്ട്രീമുകൾ ഉള്ളത്. 8 എന്ന് പറയുന്നത് പോളാർ റീജിയനിലെ ട്രോപ്പോ പാസിന്റെ ഹൈറ്റ് ആണ്. 18 എന്ന് പറഞ്ഞാൽ ഇക്വേറ്റർ റീജിയനിലെ ട്രോപ്പോ പാസിന്റെ ഹൈറ്റ് ആണ്. ഇതാണ് ആവറേജ്. അപ്പോൾ 8-നും 18-നും ഇടയ്ക്കുള്ള അത്രയും ഉയരത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ജെറ്റ് സ്ട്രീമുകൾ സഞ്ചരിക്കുന്നത്. ഏറ്റവും മിനിമം ഒരു 8, മാക്സിമം 18. അതല്ലാത്ത ഒരു എക്സെപ്ഷണൽ കേസ് ഞാൻ പറഞ്ഞായിരുന്നു. സൊമാലി ജെറ്റ് സ്ട്രീംസ് ഒക്കെ ഒത്തിരി ഉയരത്തിലല്ല, ഒരു 3 to 4, 5 കിലോമീറ്റർ ഒക്കെ ഉയരത്തിൽ വീശുന്ന ജെറ്റ് സ്ട്രീമുകൾ ഭൂമിയിലുണ്ട്. ക്ലിയർ? അപ്പോൾ ജെറ്റ് സ്ട്രീംസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി പ്രധാനമായിട്ടും ഭൂമിയിൽ പെർമനന്റ് ജെറ്റ് സ്ട്രീംസ് എന്നും ടെമ്പററി ജെറ്റ് സ്ട്രീംസ് എന്നും രണ്ടായിട്ട് ഇവരെ തരംതിരിക്കുന്നുണ്ട്. ജെറ്റ് സ്ട്രീമുകളെ പെർമനന്റ് എന്നും ടെമ്പററി എന്ന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ക്ലിയർ? പെർമനന്റ് ജെറ്റ് സ്ട്രീംസ് കാണപ്പെടുന്നത് പ്രധാനമായും 2 ലാറ്റിറ്റ്യൂഡ്സിലാണ്. ഒന്ന് 30 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്, 30 ഡിഗ്രി നോർത്ത്, അതുപോലെ തന്നെ 30 ഡിഗ്രി സൗത്ത്. അപ്പോൾ ഇവരാണ് ഒന്നാമത്തെ ജെറ്റ് സ്ട്രീം. ഇവരെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ്, ഉപോഷ്ണ ജെറ്റ് പ്രവാഹങ്ങൾ എന്ന് ഇവരെ വിളിക്കുന്നത്. രണ്ടാമത്തെ ജെറ്റ് പ്രവാഹം കാണുന്നത്, ജെറ്റ് സ്ട്രീം കാണപ്പെടുന്നത് 60 ഡിഗ്രി നോർത്തിലും അതുപോലെ തന്നെ 60 ഡിഗ്രി സൗത്തിലുമാണ് രണ്ടാമത്തെ ടൈപ്പ് ജെറ്റ് സ്ട്രീം കാണുന്നത്. ക്ലിയർ? ഇവരുടെ പേര് സബ്പോളാർ ജെറ്റ് സ്ട്രീംസ് എന്നാണ്, ഉപധ്രുവീയ ജെറ്റ് പ്രവാഹങ്ങൾ എന്നാണ് ഇവരുടെ പേര്. ഈ 2 പേരുമാണ് 30 ഡിഗ്രിയിലുള്ള 60 ഡിഗ്രിയിലുള്ള കേട്ടോ, 30 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിലും 60 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിലുമുള്ള ഈ ജെറ്റ് സ്ട്രീമുകളാണ് പെർമനന്റ് ജെറ്റ് സ്ട്രീംസ് എന്നറിയപ്പെടുന്നത്. എന്തെന്നറിയപ്പെടുന്നത്? പെർമനന്റ് ജെറ്റ് സ്ട്രീംസ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ? ഇപ്പോൾ 30 ഡിഗ്രി ഇവിടത്തെ ഞാൻ ഇന്ത്യ ഒന്ന് മാർക്ക് ചെയ്യുവാണ്, നോർത്ത് ഹെമിസ്ഫിയറിലെ ഇന്ത്യ ഒന്ന് മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഇവിടെ ഹിമാലയാസ് ഉണ്ട്, ഈ ഭാഗത്ത് ഹിമാലയാസ് ഉണ്ട്. ഈ 30 ഡിഗ്രി നോർത്തിലുള്ള ജെറ്റ് സ്ട്രീംസ് ശരിക്കും പറഞ്ഞാൽ ഹിമാലയത്തിന്റെ സൗത്തിൽ വെച്ചിട്ട് ഇത് 2 ബ്രാഞ്ച് ആയിട്ട് പിരിയും. ഒരെണ്ണം ടിബറ്റിന്റെ ഭാഗത്തൂടെയും ഒരെണ്ണം ഹിമാലയത്തിന്റെ സൗത്തിലൂടെയും കടന്നാണ് പിന്നീട് ഇവർ ഒന്ന് ചേർന്ന് വീണ്ടും ഇങ്ങനെ മൂവ് ചെയ്താൽ പോകുന്നത്. അപ്പൊ ഹിമാലയത്തിന്റെ അടുത്ത് വെച്ചിട്ട് ഈ ജെറ്റ് സ്ട്രീം 30 ഡിഗ്രി നോർത്ത് ജെറ്റ് സ്ട്രീം 2 ആയിട്ട് പിരിയും. ഒന്ന് ഹിമാലയത്തിന്റെ സൗത്തിലൂടെയും ഒന്ന് ഹിമാലയത്തിന്റെ നോർത്ത് അല്ലെങ്കിൽ ടിബറ്റൻ പീഠഭൂമിക്ക് നോർത്തിലൂടെയും കടന്നു പോകും. പിന്നീട് അവർ രണ്ടുപേരും ഈ 2 റീജിയനും കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചേർന്ന് പിന്നെ ഒന്നായിട്ട് പോകും. നല്ല ഹൈ ഓൾട്ടിറ്റ്യൂഡ് വിൻഡാണ് ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. പറഞ്ഞല്ലോ, അതിന്റെ ഹൈറ്റിനെ പറ്റി പറഞ്ഞു. ഹൈ സ്പീഡ് വിൻസും ആണ്, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഹൈ വെലോസിറ്റി വിൻസ് ആണ് ഇത് കേട്ടോ, സർഫസ് വിൻഡ് അല്ല. ക്ലിയർ? ഇനി എന്താ ഈ ജെറ്റ് സ്ട്രീമുകൾക്ക് മൺസൂണുമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ജെറ്റ് സ്ട്രീമിന്റെ
ഈ 30 ഡിഗ്രി നോർത്ത് ജെറ്റ് സ്ട്രീമിന്റെ ഈ ഹിമാലയത്തിന്റെ സൗത്തിലേക്കുള്ള ബ്രാഞ്ച് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നോർത്തിലേക്ക് നടക്കുന്നത് വഴി ഈ സൗത്തിലേക്കുള്ള ബ്രാഞ്ച് അങ്ങ് ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഇത് അപ്രത്യക്ഷമാവും. സൗത്തിലേക്കുള്ള ബ്രാഞ്ച് അപ്രത്യക്ഷമാവും. മനസ്സിലായോ? ഈ സൗത്തിലേക്കുള്ള ബ്രാഞ്ച് ഈ അപ്പാരന്റ് മൂവ്മെന്റ്, സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നോർത്തിലേക്ക് മാറുമ്പോൾ സൗത്തിലേക്കുള്ള ബ്രാഞ്ച് അപ്രത്യക്ഷമാവും. ഈ നോർത്തിലേക്കുള്ള ബ്രാഞ്ച് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല ടോട്ടൽ ജെറ്റ് സ്ട്രീംസ് 30 ഡിഗ്രി നോർത്തിൽ നിന്ന് കുറച്ച് അല്പം വടക്കോട്ട് മാറുകയും ചെയ്യും. ഈ ജെറ്റ് സ്ട്രീം നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വടക്കോട്ട് മാറുന്നു, എന്നുള്ളത് എന്തിന്റെ സൂചനയാണെന്നറിയാവോ? മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് വേഗം വരും, എത്താറായി എന്നുള്ളതിന്റെ സൂചനയാണ്. ഈ ജെറ്റ് സ്ട്രീമുകൾ ഹിമാലയത്തിന്റെ സൗത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുന്നതും അതേപോലെ തന്നെ ജെറ്റ് സ്ട്രീമുകൾ ഹിമാലയത്തിന്റെ സൗത്തിലുള്ള ആ ഒരു ബ്രാഞ്ച് അപ്രത്യക്ഷമായി, അതേപോലെ തന്നെ മൊത്തം ടോട്ടൽ ജെറ്റ് സ്ട്രീം കുറച്ച് നോർത്തിലേക്ക് മാറുന്നതും മൺസൂൺ എത്താറായി, മൺസൂൺ വേഗത്തിൽ ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. കാലാവസ്ഥ നിരീക്ഷകരൊക്കെ ഈ ജെറ്റ് സ്ട്രീമിന്റെ ദിശ നോർത്തിലേക്ക് മാറുന്നത് അനുസരിച്ചാണ് നമ്മുടെ മൺസൂൺ എപ്പോൾ എത്തും, എത്ര വേഗത്തിൽ എത്തും, ഇനി എത്ര സമയമുണ്ട് എന്നൊക്കെ ഉള്ളത് നിർണ്ണയിക്കുന്നത്. മനസ്സിലായോ? ഇത് സൗത്തിൽ തന്നെ തുടരുന്നത് ഈ മൺസൂൺ കാറ്റുകൾ ഇന്ത്യയിലേക്ക് എത്തുന്നതിൽ തടസ്സമുണ്ട്. അപ്പൊ ജെറ്റ് സ്ട്രീമുകളുടെ സ്വാധീനം എങ്ങനെയാണെന്ന് മനസ്സിലായി. ഒന്നാമത്തെ ടൈപ്പ് ജെറ്റ് സ്ട്രീം ക്ലിയർ. ഞാനിപ്പോൾ പറഞ്ഞ ഈ 2 ജെറ്റ് സ്ട്രീമുകളും 30 ഡിഗ്രിയിലുള്ള ജെറ്റ് സ്ട്രീമുകളും ഇവിടെ ഇത് 0 ഡിഗ്രി ആണെങ്കിൽ ഈ പറഞ്ഞ 30 ഡിഗ്രിയിലുള്ള ജെറ്റ് സ്ട്രീമുകളും 60 ഡിഗ്രിയിലുള്ള ജെറ്റ് സ്ട്രീമുകളും പെർമനന്റ് ജെറ്റ് സ്ട്രീമുകൾ, അവർ ഭൂമിയിൽ മുഴുവൻ സമയം ഈ ജെറ്റ് സ്ട്രീമുകളുണ്ട്, സ്ഥിരമായ ജെറ്റ് പ്രവാഹങ്ങളാണ്. ഇത് കൂടാതെ ചില താൽക്കാലിക ജെറ്റ് പ്രവാഹങ്ങൾ ഭൂമിയിലുണ്ട്, അതും നമ്മുടെ മൺസൂണിനെ സ്വാധീനിക്കുന്നുണ്ട്. ആ താൽക്കാലിക ജെറ്റ് പ്രവാഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം, ഉഷ്ണമേഖല കിഴക്കൻ ജെറ്റ് പ്രവാഹങ്ങൾ. ഇതിനെന്തെങ്കിലും ഒരു സവിശേഷമായ പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നോക്കിക്കോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ 2 ജെറ്റ് സ്ട്രീമുകളും 2 ജെറ്റ് പ്രവാഹങ്ങളും, അതായത് സബ് ട്രോപ്പിക്കൽ ജെറ്റ് പ്രവാഹങ്ങളും സബ് പോളാർ ജെറ്റ് പ്രവാഹങ്ങളും, ഇത് സദേഹ് ഹെമിസ്ഫിയറിലും ഉണ്ടേ. ഇവർ രണ്ടുപേരും വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. വെസ്റ്റ് ടു ഈസ്റ്റ് എല്ലാ ജെറ്റ് പ്രവാഹങ്ങളും, പെർമനന്റ് ജെറ്റ് പ്രവാഹങ്ങൾ വെസ്റ്റ് ടു ഈസ്റ്റിലാണ് മൂവ് ചെയ്യുന്നത്. അതിന്റെ ഡയറക്ഷൻ വെസ്റ്റ് ടു ഈസ്റ്റാ. എന്നാൽ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ഈ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് മൂവ് ചെയ്യുന്നത്. നേരെ തിരിച്ചാണ് ഇവരുടെ ചലനം, ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. ഇത് എങ്ങനെ ഉണ്ടാകുന്ന ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ടാ പറയുന്നത്. ജൂൺ മാസത്തോടൊക്കെ അനുബന്ധിച്ച് സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നോർത്തിലേക്ക് മാറും. സാധാരണ അവസ്ഥയിൽ നിന്നും ടിബറ്റൻ പീഠഭൂമി ഈ സമയത്ത് ചൂടാവും. സാധാരണ അവസ്ഥയിൽ നിന്നും ഈ സണ്ണിന്റെ അപ്പാരന്റ് മൂവ്മെന്റ് നോർത്തിലേക്ക് നടക്കുമ്പോൾ, അല്ലെങ്കിൽ ജൂൺ ജൂലൈ മാസത്തോട്, അല്ലെങ്കിൽ ജൂണിനോടനുബന്ധിച്ച്, അല്ലെങ്കിൽ ജൂലൈ മാസ കാലഘട്ടത്തിൽ ഈ ടിബറ്റൻ പീഠഭൂമി സാധാരണഗതിയിൽ നിന്നും കൂടുതൽ ചൂടാവും. ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് ചൂട് പിടിച്ച വായു നേരെ മുകളിലേക്ക് ഉയരും. അവിടെ ഒരു ലോ പ്രഷർ അനുഭവപ്പെടും. ടിബറ്റൻ പീഠഭൂമിയിൽ ഒരു ഹൈലി ഇന്റൻസ്ഡ് ആയിട്ടുള്ള ലോ പ്രഷർ ഉണ്ടാവും. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നാൽ അവിടെ ലോ പ്രഷർ അനുഭവപ്പെടും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇക്വേറ്ററിൽ അത് പഠിക്കുന്ന. ഇക്വേറ്ററിൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നതുകൊണ്ടാണ് ഇക്വേറ്ററിൽ എന്തായി മാറിയത്? ലോ പ്രഷറായി മാറിയത്. ഇതേപോലെ ടിബറ്റൻ പീഠഭൂമിയിൽ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്നത് വഴി കണ്ടോ, ഹീറ്റഡ് എയർ മൂവ്ഡ് അപ് ടു അപ്പർ ട്രോപ്പോസ്ഫിയർ. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയർന്നുകൊണ്ട് ടിബറ്റൻ പീഠഭൂമി എന്ത് സംഭവിക്കും? ടിബറ്റൻ പീഠഭൂമി ഒരു ലോ പ്രഷർ അനുഭവപ്പെടും. ഈ മുകളിലേക്ക് ഉയരുന്ന വായു നേരെ ഈ ഈസ്റ്റിൽ നിന്ന്, കിഴക്ക് ദിശയിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷൻ നോക്കി സഞ്ചരിക്കും. കേട്ടോ, വെസ്റ്റ്, കിഴക്ക് നിന്ന് എങ്ങോട്ടേക്കാ? വെസ്റ്റ് ഡയറക്ഷൻ, അതും സൗത്തിലേക്ക് സഞ്ചരിക്കും. ഇക്വേറ്റർ ക്രോസ് ചെയ്ത് ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോൾ കോറിയോലിസ് എഫക്ട് അനുഭവപ്പെടുമല്ലോ, കുറച്ചൊന്ന് അത് ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത് മസ്കറിൻ ഹൈ എന്ന് പറയുന്ന, അല്ലെങ്കിൽ മസ്കറിൻ എന്നറിയപ്പെടുന്ന ആ ദ്വീപുകളുടെ ഭാഗത്ത് വന്ന് ഈ പറഞ്ഞ കാറ്റുകൾ, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഉയർന്ന് വെസ്റ്റിലേക്ക് വന്ന ഈ കാറ്റുകൾ മസ്കറിൻ എന്നറിയപ്പെടുന്ന ദ്വീപുകളുടെ അടുത്ത് വന്ന് സിങ്ക് ചെയ്യും, താഴും. അപ്പോൾ ഇവിടുന്ന് നഷ്ടപ്പെട്ട വായു ഇവിടെ കിട്ടിയപ്പോൾ ഇവർക്ക് ഹൈ പ്രഷർ, ഇവിടെ വായു നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് ലോ പ്രഷർ, ഇവിടെ നഷ്ടപ്പെട്ട വായു ഇവർക്ക് കിട്ടിയപ്പോൾ ഇവർ ഹൈ പ്രഷർ. മനസ്സിലായോ? പ്രഷർ വേരിയേഷൻ സംഭവിച്ചു. നോക്കിയേ, അപ്പോൾ ഒരു ലോ പ്രഷർ, ഒരു ഹൈ പ്രഷർ ഇവിടെ അനുഭവപ്പെട്ടു. ഇങ്ങോട്ടേക്ക് കൂടുതൽ ശക്തമായിട്ട്, ഇപ്പോൾ ഇതാണ് ഇന്ത്യ, ഇങ്ങോട്ടേക്ക് കൂടുതൽ ശക്തമായിട്ട് മൺസൂൺ കാറ്റുകൾ അനുഭവപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് വരണമെന്നാണ് ഞാൻ പറഞ്ഞത്? ഇവിടെ ITCs ഇവിടെ വരണമെന്നാണ് പറഞ്ഞത്. ജെറ്റ് സ്ട്രീമിന്റെ കാര്യമല്ല പറയുന്നത്, ITCന്റെ കാര്യം പറയുന്നത് അല്ലേ. ITCs ഈ ഭാഗത്തേക്ക് വരണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ തെക്ക് നിന്നുള്ള കാറ്റുകൾക്ക് വേഗത കൂടത്തുള്ളൂ, ഇങ്ങോട്ടേക്ക് വരാനുള്ള വേഗത കൂടത്തുള്ളൂ. ഇത് എത്രമാത്രം ശക്തമാകുന്നോ അത്രമാത്രം ഇങ്ങോട്ടേക്ക് വേഗത കൂടും അല്ലേ. അപ്പൊ ഇവിടെ നോക്കിയേ, ITCs ഓൾറെഡി ഇവിടെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ മറ്റൊരു ലോ പ്രഷറും കൂടി ഇവിടെ അനുഭവപ്പെട്ടു. ടിബറ്റിന്റെ ഭാഗത്ത് മൺസൂണിന്റെ വേഗത കൂടത്തില്ലേ?
മൺസൂണിന്റെ ശക്തി കൂടത്തില്ലേ, മൺസൂണിന്റെ പവർ കൂടത്തില്ലേ, മൺസൂണിന്റെ സ്ട്രെങ്ത് കൂടത്തില്ലേ, മൺസൂണിന്റെ സ്ട്രെങ്ത് കൂടത്തില്ല. കാരണം എന്നാ, ഹൈയിൽ നിന്ന് എപ്പോഴും ലോയിലേക്ക് വിൻഡ് മൂവ് ചെയ്യാൻ ഒരു 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 ടെൻഡൻസി അന്തരീക്ഷ വായുവിനുണ്ട് അല്ലേ? ശക്തി കൂടിയില്ലേ, സ്ട്രെങ്ത് കൂടിയില്ലേ, വേഗത കൂടിയില്ലേ? അപ്പോ സബ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം എങ്ങനെയാണ് മൺസൂണിനെ സ്വാധീനിക്കുന്നതെന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഒന്ന് വേറെ രീതിയിൽ പിക്ചോറിയൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഇത് നോക്കിക്കോണം. ഇവിടെ ടിബറ്റൻ പീഠഭൂമി ഇതാണെന്ന് വിചാരിക്കുക. ഇത് ടിബറ്റൻ പീഠഭൂമി, ഇത് ഇന്ത്യ, ഇത് ആഫ്രിക്കൻ റീജിയൻ. ക്ലിയർ? ഇത് ചൂട് പിടിച്ച ടിബറ്റൻ പീഠഭൂമിയിൽ നിന്ന് എയർ ഇങ്ങോട്ട് മുകളിലോട്ട് ഉയരുന്നു. മുകളിലോട്ട് ഉയർന്ന് ഇത് ഏതാ ഈസ്റ്റ് ഭാഗമാണ്. അത് എങ്ങോട്ട് പോകുന്നു? വെസ്റ്റിലേക്ക് പോകുന്നു. ആഫ്രിക്കയിലെ മസ്കറിൻ ദ്വീപുകളുടെയൊക്കെ അടുത്ത് എത്തപ്പോൾ അത് നേരെ സിങ്ക് ചെയ്തു, താഴേക്ക് വന്ന് പതിച്ചു. അപ്പൊ ഇവിടുന്ന് ഉയർന്നവർ എവിടെ വന്ന് താന്നു? ഇവിടെ വന്ന് താന്നു. അപ്പോൾ വായു അധികം കിട്ടുന്നവർ ഹൈ പ്രഷർ, വായു നഷ്ടപ്പെട്ടവർ ലോ പ്രഷർ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിൻഡ് മൂവ്മെന്റ് നടക്കും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിൻഡ് മൂവ്മെന്റ് നടക്കും. ക്ലിയർ അല്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അത് തന്നെയാണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വിൻഡ് മൂവ്മെന്റ് നടക്കും. ശക്തമായിട്ട് മൺസൂൺ കാറ്റുകൾ ഇന്ത്യയുടെ ഭാഗത്തേക്ക് ഈ മസ്കറിൻ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് എത്തപ്പെടും. ക്ലിയർ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഇത് സ്വാധീനിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട മൺസൂൺ സമയത്ത് ഇവിടെ മറ്റൊരു ജെറ്റ് സ്ട്രീം കൂടെ ഉണ്ടാകുന്നുണ്ട്. നോക്കിയോ, ഇവിടെ അനുഭവപ്പെടുന്ന ഈ സൊമാലിയ ഉണ്ട്, ഈ ഭാഗം കണ്ടോ, സൊമാലിയയുടെ ഈ ഭാഗം ഇവിടെ ഒരു വല്ലാത്തൊരു ഹൈ പ്രഷർ ഈ ഒരു സമയത്ത് അനുഭവപ്പെടും. കാരണം ഇവിടെ വന്ന് എയർ സിങ്ക് ചെയ്യുമല്ലേ, അപ്പോൾ ഇവിടെയും കുറച്ച് ഹൈ പ്രഷർ അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഭാഗത്ത് ഹൈ പ്രഷർ അല്ല, ഈ ഭാഗത്ത് ഈ സൊമാലിയയുടെ ഈ ഒരു ഭാഗങ്ങൾ ഇവിടെ നിന്ന് കുറച്ച് വായു മുകളിലേക്ക് ചൂട് പിടിച്ച് ഉയരും. സൊമാലിയൻ ഭാഗത്ത് നിന്ന് കുറച്ച് വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അത് ഒത്തിരി ഉയരത്തിലല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വീശും. മനസ്സിലായി? ഒത്തിരി ഉയരത്തിലല്ലാതെ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വീശും. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊമാലി ജെറ്റ് സ്ട്രീംസ്. അപ്പോൾ സൊമാലിയൻ ഭാഗത്ത് നിന്ന് ഒത്തിരി ഹൈറ്റിലേക്ക് പോകാതെ ഇന്ത്യൻ ഭാഗത്തേക്ക് വീശുന്ന കാറ്റുകളാണ് ഇത് സൊമാലി ജെറ്റ് സ്ട്രീംസ്. ഓൾറെഡി മൺസൂൺ കാറ്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഈ മൺസൂൺ കാറ്റുകൾക്കൊപ്പം ഈ സൊമാലി ജെറ്റ് സ്ട്രീമും കൂടെ ആകുമ്പോൾ മൺസൂണിന്റെ ശക്തി ഇരട്ടിക്കും. അപ്പോൾ ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീമും അതുപോലെ തന്നെ സൊമാലി ജെറ്റ് സ്ട്രീമും എല്ലാം ഈ പറഞ്ഞ ഇങ്ങനെ വരുന്ന മൺസൂണിന്റെ സ്ട്രെങ്തിനെ കൂട്ടുന്നവരാണ് എന്നുള്ള കാര്യം ഓർക്കുക. ക്ലിയർ? അപ്പൊ ഏതൊക്കെ ജെറ്റ് സ്ട്രീമുകൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്? ഒന്നാമത് പറഞ്ഞ ഏതായിരുന്നു? 30 ഡിഗ്രിയിലുള്ള സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീംസ് വടക്കോട്ട് മാറണം അല്ലെ? സബ് ട്രോപ്പിക്കൽ ജെറ്റ് സ്ട്രീം 30 ഡിഗ്രി നോർത്തുള്ള ജെറ്റ് സ്ട്രീം കുറച്ച് വടക്കോട്ട് മാറണം. അതിന്റെ തന്നെ ഹിമാലയൻ ബ്രാഞ്ച് ഉണ്ടല്ലോ, അതിന്റെ ഹിമാലയത്തിന്റെ സൗത്തിലുള്ള ബ്രാഞ്ച്, ആ ഹിമാലയത്തിന്റെ സൗത്തിലുള്ള അതിന്റെ ഒരു ബ്രാഞ്ച് അത് അപ്രത്യക്ഷമാകണം. അടുത്ത എന്താ പറഞ്ഞേ? സബ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം രൂപപ്പെടണം ടിബറ്റിന്റെ ഭാഗത്ത് നിന്ന്. ടിബറ്റിൽ ഒരു ലോ പ്രഷർ അനുഭവപ്പെടണം അല്ലെ? ടിബറ്റിലെ ഒരു ലോ പ്രഷർ അനുഭവപ്പെടണം. മനസ്സിലായില്ലേ? പിന്നെ അടുത്ത എന്താണ്? സൊമാലി ജെറ്റ് സ്ട്രീംസ് ഉണ്ടാവണം. അടുത്ത എന്തുണ്ടാവണം? സൊമാലി ജെറ്റ് സ്ട്രീംസ് ഉണ്ടാവണം. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? മൺസൂൺ ശക്തി കൂടുന്നത് കേട്ടോ. അവസാനത്തെ കാര്യത്തേക്ക് നമ്മൾ പോകുന്നു. എൻസോ എന്ന് പറഞ്ഞാൽ എൽനിനോയും സതേൺ ഓസിലേഷൻ എന്ന വാക്കും കൂടെ ചേർത്തിട്ടാണ് എൻസോ എന്നൊരു പദം രൂപപ്പെടുത്തിയെടുത്തത്. എൽനിനോയും സതേൺ ഓസിലേഷനും പസഫിക് സമുദ്രത്തിലാണ് ഇത് രണ്ടും ഉണ്ടാകുന്നത്. അത് നമ്മുടെ മൺസൂണിനെ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. എൻസോ നോക്കിക്കോണം. നോർമൽ ഇയറും എൽനിനോയുടെ ഇയറിലും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ഈ ചിത്രത്തിനകത്തുണ്ട്. നോർമൽ ഇയറിൽ ട്രേഡ് വിൻസ് അതിന്റെ നോർമൽ ശക്തിയുള്ള സമയത്ത്, സാധാരണ ശക്തി ട്രേഡ് വിൻസ് അതിന് നോർമൽ ശക്തിയുള്ള സമയത്ത് ഈ ട്രോപ്പിക്കൽ റീജിയണിലുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തുള്ള ചൂട് പിടിച്ച സമുദ്രജലത്തെ എങ്ങോട്ടേക്ക് കൊണ്ടുവരും? ഈ പസഫിക്കിന്റെ വെസ്റ്റിലേക്ക് കൊണ്ടുവരും. എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഇത് പസഫിക് ഓഷ്യൻ കണ്ടില്ലേ? പസഫിക് ഓഷ്യന്റെ ഈസ്റ്റ് സൈഡിൽ നിന്ന്, ഇത് സൗത്ത് അമേരിക്കയാണ്. ഈ സൗത്ത് അമേരിക്കയുടെ ഒക്കെ പടിഞ്ഞാറുള്ള ട്രോപ്പിക് റീജിയനിലുള്ള ചൂട് വെള്ളത്തെ അല്ലെ, ഉപരിതലത്തിലുള്ള സർഫസിലുള്ള ചൂട് ജലത്തെ എങ്ങോട്ട് കൊണ്ടുവരും? ഈ വെസ്റ്റിലേക്ക് കൊണ്ടുവരും. മനസ്സിലായോ? ഈസ്റ്റിൽ നിന്ന് എങ്ങോട്ട് കൊണ്ടുവരും? വെസ്റ്റിലേക്ക് കൊണ്ടുവരും. എന്തുകൊണ്ടാണ് അങ്ങനെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്? ട്രേഡ് വിൻസ് ഈ ദിശയിൽ ഇങ്ങനെ വീശുന്നത് കൊണ്ടാണ് കേട്ടോ. ട്രേഡ് വിൻസ് ഇങ്ങനെ വീശുന്നത്, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് ട്രേഡ് വിൻസ് വീശുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈസ്റ്റിൽ നിന്ന് കൂടുതൽ ഉഷ്ണജലം, ചൂട് പിടിച്ച ജലം, ഉപരിതല ജലം ഇങ്ങോട്ടേക്ക് വരുന്നത്. മനസ്സിലായോ? ഈ ഉപരിതല ജലം ഇങ്ങോട്ടെല്ലാം വ്യാപിക്കും, ഈ ഭാഗത്തേക്കെല്ലാം വ്യാപിക്കും. അപ്പൊ ചൂട് ജലം കൂടുതൽ ലഭിക്കുന്ന അനുസരിച്ച് കൂടുതൽ എന്ത് കിട്ടും? റെയിൻഫോൾ കിട്ടും. ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ റെയിൻഫോൾ കിട്ടും. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഈ ഭാഗത്ത്, ഇന്ത്യയുടെ ഭാഗത്തൊക്കെ ഇവിടെ ഒരു ലോ പ്രഷറും ഇവിടെ ഈ ചൂടുജലം നഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു ഹൈ പ്രഷർ അനുഭവപ്പെടും. ഇതാണ് നോർമൽ കണ്ടീഷൻ. ലോ പ്രഷർ വരുന്നത് എന്തുകൊണ്ട് നല്ലതാ? ട്രേഡ് വിൻസിന് ഇങ്ങോട്ട് കൂടുതൽ ശക്തമായിട്ട് വരാൻ പറ്റും. ക്ലിയർ? അപ്പൊ അത് മനസ്സിലായി. ഇനി 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ ട്രേഡ് വിൻസ് ദുർബലമാവും.
ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോർമൽ ഇയറിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നോർമൽ ഇയറിൽ ഈ പറഞ്ഞ ഭാഗത്തു നിന്ന് ഈ ട്രോപ്പിക്കൽ റീജിയണിൽ നിന്ന് ഉഷ്ണജലം പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടുന്ന് കടലിനടിയിലുള്ള ശീതജലം കോൾഡ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരും. ഇതിനെ നമ്മൾ അപ്വെല്ലിംഗ് എന്ന് വിളിക്കുന്നത്. അപ്വെല്ലിംഗ് എന്ന് വിളിക്കും ഇതിനെ. എവിടെ അപ്വെല്ലിംഗ് നടക്കുന്ന പ്രധാനമായിട്ടും? ഈ സൗത്ത് അമേരിക്കയുടെ ഈ വെസ്റ്റേൺ ഭാഗത്ത് ഉണ്ട്, സൗത്ത് അമേരിക്കയുടെ ഈ പടിഞ്ഞാറ് ഭാഗത്ത് അപ്വെല്ലിംഗ് നടക്കും. അപ്വെല്ലിംഗ് നടക്കുമ്പോൾ എന്ത് ധാരാളം ന്യൂട്രിയൻസും കൂടെ മുകളിലേക്ക് ഉയർന്നു വരും കടലിന്റെ അടിയിൽ നിന്ന്. ആ ന്യൂട്രിയൻസ് ഭക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ പോഷകങ്ങൾ, അല്ലെങ്കിൽ അവിടുന്ന് ഈ സമുദ്രത്തിനടിയിൽ നിന്ന് ഉയർന്നു വരുന്ന ന്യൂട്രിയൻസ് കൂടുതൽ പ്ലാങ്ക്ടൺസ് അല്ലെങ്കിൽ പ്ലവകങ്ങളുടെ വളർച്ചയ്ക്ക് കാരണമാകും. അത് ഭക്ഷിക്കാൻ മത്സ്യങ്ങൾ വരും. ഇത് വലിയ മത്സ്യബന്ധന കേന്ദ്രമായി മാറും. ഇനി 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ ട്രേഡ് വിൻഡ് ദുർബലമാവും. ട്രേഡ് വിൻഡ് ദുർബലമാകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഈ ഉഷ്ണജലം ഇങ്ങോട്ടേക്ക് വരത്തില്ല. ഉഷ്ണജലത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. ട്രേഡ് വിൻഡ് ദുർബലമാകുമ്പോൾ ഉഷ്ണജലത്തിന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഇവിടെ പൈലപ്പ് ചെയ്യപ്പെട്ട ആ ഒരു ഉഷ്ണജലമില്ലേ, തിരിച്ചൊഴുകും. ഇവിടുന്ന് കാറ്റടിച്ച് ഇങ്ങോട്ടേക്ക് കുറെ ഉഷ്ണജലം പൈലപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, അടിഞ്ഞു കൂടിയിട്ടുണ്ടല്ലോ, അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ഈ അക്യുമുലേറ്റ് ചെയ്ത ഉഷ്ണജലം മുഴുവൻ തിരിച്ചൊഴുകും. മനസ്സിലായോ? തിരിച്ചൊഴുകുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ നോർമലി തണുപ്പ് അനുഭവപ്പെട്ട അപ്വെല്ലിംഗ് നടന്ന അല്ലെങ്കിൽ കോൾഡ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു വന്ന പ്രദേശത്ത് ഇപ്പോൾ ഹോട്ട് വാട്ടർ, ഉഷ്ണജലം, ഇവിടെ എന്ത് കുറയും? ഇവർക്ക് എന്ത് കിട്ടും? ഇവർക്ക് മഴ കിട്ടും. എന്ത് കിട്ടും? മഴ കിട്ടും. നമുക്ക് ഈ ഭാഗങ്ങളിലോ ഇവിടെ നിന്ന് ഓൾറെഡി എന്ത് സംഭവിച്ചു? ഇവിടെ നിന്ന് ആ ഒരു സർഫസിലുള്ള ഹോട്ട് വാട്ടർ അവിടെ നിന്ന് മാറ്റപ്പെട്ടു. ഇവിടെയാണ് ഇപ്പൊ അപ്വെല്ലിംഗ് നടക്കുന്നത്, അല്ലേ? ഈ ഭാഗത്തേക്ക് ഇവിടെ നിന്ന് ഈ എക്സ്ട്രാ അടിഞ്ഞുകൂടി അപ്വെല്ലിംഗ് കാര്യമായിട്ട് നടക്കത്തില്ല ഇവിടെ. കാരണം ഇവിടെ പൈലപ്പ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യപ്പെട്ട ഹോട്ട് വാട്ടർ അങ്ങോട്ട് പോകുന്നത്, അല്ലേ? അപ്പൊ സർഫസിൽ നിന്ന് ഹോട്ട് വാട്ടർ നഷ്ടപ്പെട്ടപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? വരൾച്ച അനുഭവപ്പെടും. ഇന്ത്യ ഉൾപ്പെടുന്ന ഈ സ്ഥലങ്ങളിൽ എന്ത് അനുഭവപ്പെടും? വരൾച്ച, അല്ലെ? വരൾച്ച അനുഭവപ്പെടും. ഇവർക്കോ നേരത്തെ മഴ കിട്ടാതിരുന്ന, വരൾച്ച അനുഭവപ്പെട്ട അപ്വെല്ലിംഗ് നടക്കുന്ന സ്ഥലത്ത് എന്ത് കിട്ടത്തില്ല? മഴ കിട്ടത്തില്ല, അല്ലെ? അതുകൊണ്ട് ആ മഴ കിട്ടാതെയാണ് ഇവിടെയൊക്കെ ഈ അറ്റക്കാമ മരുഭൂമിയൊക്കെ ഉണ്ടായത്. ചിലിയിൽ കേട്ടോ, ചിലിയിൽ അറ്റക്കാമ മരുഭൂമിയൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ഇപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും? ഇവിടെ നല്ലപോലെ ഈ ഭാഗത്ത് മഴ കിട്ടും. ആ വർഷമാണ് എൽനിനോ എന്ന് പറയുന്നത്. എൽനിനോ വരുമ്പോൾ പ്രഷർ കണ്ടീഷൻ മാറി. ഇവിടെ ലോ പ്രഷർ ആവും. സാധാരണ ഇവിടെ ഹൈ പ്രഷർ ആയിരുന്നു, ഇപ്പൊ ഇവിടെ ലോ പ്രഷറായി മാറി. ഇന്ത്യയുടെ ഭാഗത്ത്, ഇന്തോനേഷ്യയുടെ ഭാഗത്തൊക്കെ ഹൈ പ്രഷർ അനുഭവപ്പെടും. പ്രഷർ കണ്ടീഷൻ മാറുന്നത് നമ്മൾ വിളിക്കുന്ന പേരാണ് സതേൺ ഓസിലേഷൻ. SO, സതേൺ ഓസിലേഷൻ. എൽനിനോയുടെ വർഷമല്ലേ പ്രഷർ കണ്ടീഷൻ മാറിയത്. അതുകൊണ്ട് ഇത് രണ്ടുകൂടെ ചേർത്ത് നമ്മൾ എന്ത് പറയും? എൻസോ എന്ന് പറയും. നിങ്ങൾ മനസ്സിലാകാത്തത് ഒന്നുകൂടെ കണ്ടാൽ പിടി കിട്ടും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് പിടി കിട്ടും. പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ട്രേഡ് വിൻസ് ഇങ്ങനെയാണ് വീശുന്നത്. ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് വീശുന്നത്. അതുകൊണ്ട് പസഫിക് ഓഷ്യന്റെ ഈ തെക്ക് ഭാഗത്ത്, പ്രത്യേകിച്ച് ട്രോപ്പിക്കൽ റീജിയനിൽ നിന്ന് കൂടുതൽ ഉഷ്ണജലം ഇങ്ങോട്ടേക്ക് വന്നടിക്കും ട്രേഡ് വിൻസിന്റെ ദിശയിൽ. ഇവിടെ നിന്ന് സർഫസിൽ നിന്ന്, സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ട്രേഡ് വിൻസ് നഷ്ടപ്പെട്ടപ്പോൾ അവിടേക്ക് എന്ത് സംഭവിക്കും? അപ്വെല്ലിംഗ് നടക്കും. കോൾഡ് വാട്ടർ മുകളിലേക്ക് ഉയർന്നു വരും. ഇവിടെ വരൾച്ച, ഇവിടെ കോൾഡ് വാട്ടർ അക്യുമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ മഴ. ഇതാണ് നോർമൽ ഇയർ സംഭവിക്കുന്നത്. എന്നാൽ എൽനിനോ ഇയറിൽ എന്ത് സംഭവിക്കും? ട്രേഡ് വിൻസ്, ഇങ്ങോട്ട് വന്ന ട്രേഡ് വിൻസ് ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ അവർ ദുർബലമാവും. അപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ അക്യുമുലേറ്റ് ചെയ്ത ഈ ഹോട്ട് വാട്ടർ തിരിച്ചൊഴുകും. ഇവിടെ മുഴുവൻ ഹോട്ട് വാട്ടറായി മാറും. അപ്പോൾ ഇവർക്ക് എന്ത് കിട്ടും? മഴ കിട്ടും. നമുക്ക് എന്ത് അനുഭവപ്പെടും? വരൾച്ച അനുഭവപ്പെടും. ഇതാണ് എൽനിനോ. ഇത് നേരെ ഇനി വീണ്ടും ഈ എൽനിനോ പിന്നെയും റിവേഴ്സ് ആവും, പഴയപടി ആവുമ്പോഴത്തേക്ക് ഒരു പടി ഇച്ചിരി ശക്തിയായിട്ടാണ് പഴയപടി ആവുന്നത്. ആ വർഷമാണ് ലാനിന. നോക്കിക്കോ, ലാനിന. ട്രേഡ് വിൻഡ് കുറച്ചും കൂടെ ഓവറായിട്ട്, ട്രേഡ് വിൻഡ് കുറച്ചും കൂടെ ശക്തമാവും. അപ്പൊ ഇവിടെയുള്ള മുഴുവൻ ഉഷ്ണജലത്തെയും അടിച്ച് ഇങ്ങും കൊണ്ടുവരും. മനസ്സിലായോ? അതായത് ഇവിടെ കൂടുതൽ ഉഷ്ണജലം പൈലപ്പ് ചെയ്യപ്പെടും. ഇന്ത്യയുടെ ഭാഗത്തല്ല. നമുക്കിവിടെ എന്ത് അനുഭവപ്പെടും? കൂടുതൽ മഴ കിട്ടും. ചിലപ്പം പ്രളയം വരെ ഉണ്ടാവാം. ഇവർക്കോ അതികഠിന വരൾച്ച അനുഭവപ്പെടും. അതാണ് എൽനിനോ ഇയർ. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? എൽനിനോ ഇയർ. ഉണ്ടോ? എൽനിനോ ഇയർ. ആര് ശക്തമാണോ? ട്രേഡ് വിൻഡ് ശക്തമാണ്. ട്രേഡ് വിൻഡ് ശക്തമാകുന്ന കാലഘട്ടത്തിലാണ്, ട്രേഡ് വിൻസ് എൻഹാൻസ് ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലാണ്. കേട്ടോ, ട്രേഡ് വിൻസ് ശക്തമാകുന്ന കാലഘട്ടത്തിലാണ് കൂടുതൽ കണ്ടോ പസഫിക്കിന്റെ ഈ സൈഡിൽ നിന്ന് കൂടുതൽ ഉഷ്ണജലം ഇന്തോനേഷ്യയുടെ ഭാഗത്തേക്ക്, ഇന്ത്യയുടെ ഭാഗത്തേക്ക്, കണ്ടോ, ഇന്തോനേഷ്യയുടെ ഭാഗത്ത്, ഇന്ത്യ എന്ന് പറയത്തില്ല, ഇന്തോനേഷ്യയുടെ ഭാഗം. അത് നമുക്ക് ഇങ്ങോട്ടും കൂടെ അതിന്റെ എഫക്റ്റ് ഉണ്ടാകും. കേട്ടോ, ഇവിടെ ഹോട്ട് വാട്ടർ വരുമ്പോഴത്തേക്ക് പസഫിക്കിന്റെ വെസ്റ്റ് സൈഡിൽ ഉഷ്ണജലം വരുമ്പോഴത്തേക്ക് അത് പതുക്കെ ഇന്ത്യൻ ഓഷ്യനിലേക്കും കലർത്തപ്പെടും. അങ്ങനെയാണ് നമുക്ക് അതിന്റെ എഫക്റ്റ് ഉണ്ടാകുന്നത്, ഇന്ത്യയിലേക്ക് എഫക്റ്റ് ഉണ്ടാകും. കണ്ടോ, ഇന്ത്യ വളരെ അടുത്തല്ലേ, ഇന്തോനേഷ്യയുടെ പസഫിക്കിന്റെ ഈ ഭാഗത്തോട് വളരെ അടുത്തല്ലേ നമ്മുടെ രാജ്യം. കണ്ടോ, അതുകൊണ്ടാണ് നമുക്ക് അതിന്റെ ഒരു എഫക്റ്റ് കൂടുതൽ കിട്ടുന്നത്. അപ്പൊ എൽനിനോ ഞാൻ പറഞ്ഞു, ലാനിന ഞാൻ പറഞ്ഞു. ലാനിനയുടെ സമയത്ത് ട്രേഡ് വിൻഡ് കൂടുതൽ ശക്തമാവും. സാധാരണ വർഷത്തിൽ എത്രമാത്രം ഹോട്ട് വാട്ടർ ആണോ അല്ലെ ഉഷ്ണജലമാണോ വരുന്നത്, അതിന്റെ ഇരട്ടി ഹോട്ട് വാട്ടർ ഇങ്ങോട്ടേക്ക് വരും. ആ വർഷമാണ് ലാനിന എന്ന് പറയുന്നത്. എൽനിനോ എന്ന വാക്കിന്റെ അർത്ഥം ഉണ്ണിയേശു എന്നും ലാനിന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
ലാനിൻ എന്ന വാക്കിൻ്റെ അടുത്ത് ബാലിക് എന്നുമാണ്. ക്ലിയർ അല്ലേ? എല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഓറോഗ്രാഫിക് ഫീച്ചർ ഒന്നുകൂടെ ഞാൻ പറയുവാണ്. ഇവിടെ വെസ്റ്റേൺ ഘട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് വരുന്ന കാറ്റുകൾ വെസ്റ്റേൺ ഘട്ടിൽ വന്ന് ഇടിക്കും ഒരു ബ്രാഞ്ച്. കാറ്റ് പർവ്വതങ്ങളിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഉയർന്ന് അതിനകത്തുള്ള ഈർപ്പം തണുക്കപ്പെടും, മഴ കിട്ടും. അടുത്ത ബ്രാഞ്ച് വിന്ധ്യ സത്പുര റേഞ്ചിൻ്റെ ഇടയിൽ കൂടെ ഈ 2 റേഞ്ചസിൻ്റെ ഉള്ളിലൂടെ എങ്ങോട്ടേക്ക് പോകും? ഛോട്ടാ നാഗ്പൂർ റീജിയനിലേക്ക് പോകും. മൺസൂണിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ സൗത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ഒരു ബ്രാഞ്ച്. മൂന്നാമത്തെ ബ്രാഞ്ച് എങ്ങോട്ട് പോകും? ആരവല്ലിക്ക് പാരലായിട്ട് നേരെ നമ്മുടെ പഞ്ചാബ് ഹരിയാന റീജിയനിലേക്ക് പോകും. മനസ്സിലായോ? ബേ ഓഫ് ബംഗാളിൻ്റെ ഒരു ബ്രാഞ്ച് അത് നേരെ ചെന്ന് ഇവിടെ ആരക്കൻ ഹിൽസിൽ ഇടിച്ച് ഇങ്ങോട്ട് വരും. ഓക്കെ, ഒരു ബ്രാഞ്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോകും. അവിടെ വെച്ചിട്ടാണ് ഇത് ഖാസി കുന്നുകളിൽ പോയി ഇടിക്കുന്നത്. ഖാസി കുന്നുകളിൽ ഇടിച്ച് ഇവിടെ മഴ കിട്ടും. മൗസൺ ഡ്രാമിലും ചിറാപ്പുഞ്ചിയിലൊക്കെ മഴ കിട്ടും. അതുകൂടാതെ ബാക്കി ഇവിടെയുള്ള പൂർവാചൽ റേഞ്ചസിലെല്ലാം പോയിട്ട് ആ ഒരു ബ്രാഞ്ച് ഇടിക്കും. രണ്ടാമത്തെ ബ്രാഞ്ച് ഇങ്ങോട്ടേക്ക് കയറും. അത് അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് കൂടിച്ചേരും. ഹിമാലയത്തിന്റെ ഭാഗത്ത് മുഴുവൻ മഴ കിട്ടും. മനസ്സിലായോ? അപ്പം അതുകൊണ്ട് ഓറോഗ്രാഫിക് എഫക്റ്റ് മൺസൂണിന് എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് തന്നെ രണ്ടാമതൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു അന്നത്തെ പരീക്ഷയ്ക്ക്. നമ്മളിപ്പോൾ പഠിച്ചു വെച്ച് നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് എക്സ്പ്ലെയിൻസ് ഹൗ ഇന്ത്യാസ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദ മൺസൂൺ ക്ലൈമറ്റ്? The Himalayas act as a barrier that prevents the southwest monsoon winds from escaping northward, forcing them to shed moisture over the subcontinent, while the Deccan Plateau has no role in monsoon distribution. തെറ്റല്ലേ? ഉറപ്പാണ്. ഡെക്കാൻ പ്ലാറ്റോന്റെ ഭാഗമല്ലേ വെസ്റ്റേൺ ഘട്ട്, അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ് ഇല്ലേ? സോ ഇത് തെറ്റി. The Western Ghats, Eastern Ghats, Himalayas and the Deccan Plateau together influence monsoon rainfall patterns through orographic effects, wind deflection and rain shadow formation, creating regional variation in monsoon intensity. ശരിയാണ്. ഇന്ത്യാസ് പെനിൻസുലാർ ഷേപ്പ് ഹാസ് മിനിമൽ ഇൻഫ്ലുവൻസ്. ഇവിടെ തന്നെ തെറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇന്ത്യയുടെ പെനിൻസുലാർ ഷേപ്പ് കൊണ്ടാണ് അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അറേബ്യൻ സി ബ്രാഞ്ച് എന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്നും പറഞ്ഞ് രണ്ടായിട്ട് വരുന്നത്. സോ ഇവിടെ തന്നെ തെറ്റി. ഇനി അടുത്തത് താർ ഡെസേർട്ട് എൻഹാൻസസ് മൺസൂൺ സ്ട്രെങ്ത് ബൈ ക്രിയേറ്റിംഗ് എ ഹൈ പ്രഷർ സിസ്റ്റം ദാറ്റ് അട്രാക്ട്സ് മോയ്സ്ചർ. അല്ല, താർ ഡെസേർട്ട് ഉൾപ്പെടുന്ന ആ ഒരു പ്രദേശങ്ങൾ മുഴുവൻ ഈ സമയത്ത് ലോ പ്രഷറാണ് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ITCs അങ്ങോട്ടേക്കല്ല മാറുന്നത്. നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ ഭാഗത്തേക്കല്ല ITCs മാറുന്നത്. അപ്പോൾ അവിടെ ഹൈ പ്രഷർ വരുമോ? അവിടെ ഹൈ പ്രഷർ വരുമോ? ഇല്ല. ആ ഭാഗത്ത് എന്തേ വരത്തുള്ളൂ? നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ആ ഭാഗത്ത് എന്തേ വരത്തുള്ളൂ? ലോ പ്രഷർ അനുഭവപ്പെടുത്തുള്ളൂ. ആ ഭാഗത്ത് എന്തേ അനുഭവപ്പെടുത്തുള്ളൂ? നോക്ക്, താർ ഡെസേർട്ട് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുഴുവൻ ഉണ്ടോ? ഇവിടെ എല്ലാം ലോ പ്രഷർ അല്ലേ? ITCs അല്ലേ അവിടെയുള്ളത്. അപ്പോൾ അവിടെ എങ്ങനെ ഹൈ പ്രഷർ വരുന്നത്? മനസ്സിലാകാത്തവർ 1-2 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക, കാര്യങ്ങൾ പിടിയിട്ടിക്കോളും. ഒരു കുഴപ്പമില്ല, സിമ്പിൾ ടോപ്പിക്കാണ്. കാര്യം മനസ്സിലാക്കി പഠിച്ചാൽ മതി, എളുപ്പമാവും കേട്ടോ. അപ്പോൾ പലപ്പോഴായി പലരും ആവർത്തിച്ചതുകൊണ്ട് വീണ്ടും എടുത്തു തന്നേ ഉള്ളൂ. പലവട്ടം ഞാൻ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ക്ലാസ്സിലൊക്കെ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് നമുക്കൊരു ആശങ്ക തന്നിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. വീണ്ടും ഇതുപോലുള്ള സെഷൻ നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ മെയിൻസിൻ്റെ പ്രിപ്പറേഷൻ നടക്കട്ടെ. പ്രിലിംസിൽ നമുക്ക് ഉൾപ്പെടാതെ പോയവർ തീർച്ചയായും അടുത്ത വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. SBCD എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ വർഷം അതിനുവേണ്ടി തയ്യാറെടുക്കുക. അങ്ങനെ ഒരു ധാരാളം ഡിഗ്രി ലെവൽ പരീക്ഷകൾ നമുക്ക് അടുത്ത വർഷം നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ആരും ഏതെങ്കിലും ഒരു പരീക്ഷ പോയി എന്ന് വെച്ച് തളർന്നിരിക്കരുത്. നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഒരു പാർട്ടാണല്ലേ ഈ എക്സാംസ് ഒക്കെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വാശിയോടെ അങ്ങ് എടുക്കുക. ഏതെങ്കിലും ഒരു പരീക്ഷ അടുത്ത് എഴുതാൻ പോകുന്ന പരീക്ഷ ഞാൻ പാസ്സാവും, തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് ഉൾപ്പെടും. അത് ഒരു എന്താണ് നമ്മുടെ ഒരു മുദ്രാവാക്യമായിട്ട് തന്നെ എടുത്തു. മനസ്സിലായി? ഞാൻ പാസ്സായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മുടെ എൻ്റെ കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഒരു നല്ല ജോലിയിലേക്ക്, നല്ലൊരു ജീവിതത്തിലേക്ക് എത്തപ്പെടട്ടെ എന്ന് ഹൃദയം കൊണ്ട് ആശംസിക്കുന്നു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു.